ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ SSC CGL പരീക്ഷകൾക്ക് ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് ഇന്നത്തെ ക്ലാസ് ഓൺവേർഡ്സ് ഇനി അങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്യാണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 150-ലധികം ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സോ 150-ലധികം ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1-2 ക്ലാസ്സുകളൊന്നും മതിയാവത്തില്ല. നമുക്ക് എന്തായാലും മിനിമം 4-5 ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടല്ലേ. സോ നമ്മൾ എന്താണ് പാർട്ട് പാർട്ടായിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്താണ് പാർട്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു പാർട്ട് പാർട്ടായി ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് CGL പരീക്ഷയ്ക്ക് അടുത്തിടെ ചോദിച്ച എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിലേറ്റഡ് ഫാക്ട്സ് എന്താണെന്നൊക്കെ. ആദ്യത്തെ ചോദ്യം എന്താണ്? എമേർജ്ഡ് ആസ് ദ പൂറസ്റ്റ് സ്റ്റേറ്റ് ആസ് പെർ ദ ഫസ്റ്റ് എവർ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് പ്രിപ്പയർഡ് ബൈ നീതി ആയോഗ് ആൻഡ് ലോഞ്ച്ഡ് ഇൻ November 2021. ആക്ച്വലി ഇവിടെ ഒരു ഡാഷ് എന്ന കാര്യമുണ്ട്. അതായത് ഡാഷ് സ്റ്റേറ്റ് എമേർജ്ഡ് ആസ് എ പൂറസ്റ്റ് സ്റ്റേറ്റ് ആസ് പെർ ദ ഫസ്റ്റ് എവർ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് പ്രിപ്പയർഡ് ബൈ ദ നീതി ആയോഗ് ആൻഡ് ലോഞ്ച്ഡ് ഇൻ November 2021. ഈ ഒരു കാര്യം മുൻപും നമ്മൾ പല പ്രീവിയസ് ഇയർ ചോദ്യം നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നീതി ആയോഗ് തയ്യാറാക്കുന്ന നമ്മുടെ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ തയ്യാറാക്കുന്ന മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് ഉണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എത്രത്തോളം ആളുകൾ എന്താണ് ഇപ്പോഴും പാവങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ പോവേർട്ടിയിൽ തന്നെ താഴെ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സോ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വന്ന റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ റിപ്പോർട്ട് ന്യൂസുകളിൽ വായിച്ചിട്ടുണ്ടാവും, അവിടെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് കാര്യം നോട്ട് ചെയ്യണമായിരുന്നു? ഈ വന്ന റിപ്പോർട്ടിൽ ഏറ്റവും പൂറസ്റ്റ് സ്റ്റേറ്റ് ഏതായിരുന്നു എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്താണ് ഉത്തരം എന്നറിയാമോ? ഏതാണ് സ്റ്റേറ്റ്? ബീഹാർ ആണ് ഇത്തരത്തിൽ ഏറ്റവും പൂറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് റീസെൻ്റ് ആയിട്ട് വന്ന നീതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ വന്നത് ഏതാണ്? ഏറ്റവും പൂറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പട്ടിണി പാവങ്ങളുടെ സ്റ്റേറ്റ് ആയിട്ട് ബീഹാർ ആണ് വന്നിട്ടുള്ളത്. ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളിൽ ഇത്തരത്തിലെ ചോദ്യങ്ങൾ വരും. കറണ്ട് അഫയേഴ്സ് ലിങ്ക് ആയിട്ടാണ് ഈ രീതിയിൽ ചോദ്യം വന്നത്. ഇനി ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ബീഹാർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ജാർഖണ്ഡ് ആണ്. ബീഹാർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ജാർഖണ്ഡ് ആണ്. അത് കഴിഞ്ഞാൽ UP ആണ്. ഇങ്ങനെ ചിലപ്പം ആ ഒരു ഓർഡറും തരാം. ആ ഒരു പൂറസ്റ്റ് സ്റ്റേറ്റ്സിന്റെ ഓർഡർ ചോദിച്ചാൽ എങ്ങനെയാണ്? ആദ്യം ബീഹാർ വരും അല്ലെ. ബീഹാർ കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് നിങ്ങൾ പറയേണ്ടത്? ജാർഖണ്ഡ് ആണ്. നെക്സ്റ്റ് നിങ്ങൾ പറയേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞാൽ UP ആണ്. ഇതിന്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ചിലപ്പം അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ബീഹാറിലെ ടോട്ടൽ പോപ്പുലേഷൻ 51.91% എന്താണ്? പോവേർട്ടിയാണ്, പട്ടിണി പാവങ്ങളാണ്. ഇനി ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ അവിടെ 37.79% വരുന്നത്. ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് 42.16%, UP 37.79% പോവേർട്ടി വരുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബട്ട് നമ്മൾ ടോപ്പ് 3 മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാം നോക്കാൻ നിന്നാൽ നമുക്ക് ശരിയാവത്തില്ല അല്ലേ. സോ ടോപ്പ് 3 സ്റ്റേറ്റ്സിൽ ഇത്തരത്തിൽ നീതി ആയോഗ് തയ്യാറാക്കിയ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ ഏറ്റവും പൂറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് വന്ന ബീഹാറാണ്. ബീഹാറിൽ 51.91% ആളുകൾ എന്താണ്? പട്ടിണി പാവങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പൂറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ജാർഖണ്ഡ് 42.16%. അത് കഴിഞ്ഞാൽ ഏറ്റവും പൂറസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ് UP ആണ്. അവിടെ 37.79% ഇവിടെയുടെ പാവങ്ങളുടെ കണക്ക് വരുന്നത്. ആരാണ് തയ്യാറാക്കുന്ന റിപ്പോർട്ട്? നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ റിപ്പോർട്ട് കൂടിയായിരുന്നു മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിന്റെ ആദ്യത്തെ റിപ്പോർട്ട് കൂടിയായിരുന്നു 2021 വന്നത്. ഇനി നമ്മുടെ കേരള PSC പോലുള്ള പരീക്ഷകൾക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന CGL-ഉമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയാണെങ്കിലും നമുക്ക് എല്ലാ തരത്തിലുള്ള ഡിഗ്രി ലെവൽ എക്സാം നോക്കണം അല്ലേ. ഇനി കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്? നേരെ തിരിച്ചു പഠിച്ചാൽ മതി. അതായത് ലീസ്റ്റ് പോവേർട്ടിയുള്ള സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളം പഠിച്ചാൽ മതി. അങ്ങനെയും ചോദ്യം വരാം. ഇവിടെ ലീസ്റ്റ് പോവേർട്ടി ഏതായിരുന്നു? അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി PSC ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് പ്രകാരം ലീസ്റ്റ് പോവേർട്ടി ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം കേരളമാണ്. കേരളത്തിൽ 0.71% ആളുകൾ മാത്രമേ എന്താണ് പട്ടിണി പാവങ്ങളായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോസ് നമ്മളുടെ സ്റ്റേറ്റ് അല്ലാതെ
യൂണിയൻ ടെറിട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആദ്യം പറയേണ്ടത് ദാദ്ര നഗർ ഹവേലിയാണ്. എന്താണ്? ദാദ്ര നഗർ ഹവേലിയാണ്. അവിടെ 27.36% പോവേർട്ടി കണക്കുകൾ വരുന്നത്, ഹയസ്റ്റ് ആണ്. ഇനി ലീസ്റ്റ് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. ലീസ്റ്റ് ചോദിച്ചാൽ പുതുച്ചേരിയാണ്. അവിടെ 1.72% മാത്രമാണ് വരുന്നത്, ലീസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. സ്റ്റേറ്റിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബീഹാർ 51.91%, ഏറ്റവും ലീസ്റ്റ് പൂറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരള 0.71%. ഇനി യൂണിയൻ ടെറിട്ടറി കേസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ദാദ്ര നഗർ ഹവേലി യൂണിയൻ ടെറിട്ടറി 27.36%, ലീസ്റ്റ് പൂറസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി പുതുച്ചേരി 1.72%. ഇതിന്റെ രണ്ടാമത്തെ എഡിഷൻ 2023 വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് നമ്മുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, അതിന് 5ാമത്തെ പാർട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പീരീഡിൽ ഈ വന്ന റിപ്പോർട്ട് പ്രകാരം 2023 വന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 13.5 കോടി 13.5 കോടി ആളുകൾ മൾട്ടി ഡയമെൻഷനലി പൂറാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി അനുഭവിക്കുന്ന ആളുകളിൽ നിന്നും 13.5 കോടി ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആ പറയുന്ന പട്ടിണി പാവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ നിന്നും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ നോക്കിയിട്ട് കൂടിയാണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ രീതിയിലാണ് CGL പരീക്ഷ ചോദ്യങ്ങൾ വരുന്നത്. പ്രധാനമായിട്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഇന്റർനാഷണൽ അഫയേഴ്സ്, നാഷണൽ അഫയേഴ്സ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഓരോ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ചർച്ച ചെയ്തത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് പാൻ ഇന്ത്യ സ്കീം ടു സ്ട്രെങ്തൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അക്രോസ് ദ കൺട്രി വിത്ത് ഫോക്കസ് ഓൺ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി കെയർ സർവീസ്? എന്താണ് കാര്യം? നമ്മുടെ ഇന്ത്യയിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി ഈ 3 സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് ഏതെന്നാണ് ചോദ്യം വരുന്നത്. ഇതിൽ തന്ന ഓപ്ഷനിൽ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് PM അഭിം സ്കീമാണ്. എന്താണ്? PM അഭിം സ്കീമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് പാൻ ഇന്ത്യ സ്കീം ടു സ്ട്രെങ്തൻ? എന്ത് സ്ട്രെങ്തൻ ചെയ്യാനാണ്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലുള്ള കാര്യങ്ങൾ അല്ലേ. ഏതൊക്കെ സ്ട്രക്ചർ? 3 സെക്ടർ നമുക്ക് വരുന്നുള്ളൂ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി. ഈ 3 സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എന്താണ്? അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു സ്കീം താഴെ തന്നതിൽ ഏതെന്നാണ് നമ്മളോട് ചോദ്യം വന്നത്. PM അഭിം സ്കീമാണ്. ഇത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സ്കീം ഒഫീഷ്യലായിട്ട് വന്നത്. 2021-22 വർഷത്തെ, ആ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 2021-22 ആ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപന വേളയിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വന്ന ചോദ്യങ്ങൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തു വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കുറച്ച് പഴയതാണ്. സോ ഫിനാൻഷ്യൽ 2021-22 ബഡ്ജറ്റ് വേളയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നത്. അതുപോലെ ആ രീതിയിലെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇനി എന്താണ് PM അഭിം സ്കീമിന്റെ ഫുൾ ഫോം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എന്താണ്? പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ, അതാണ് അഭിം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഇതിന്റെ പേര് അഭിം മിഷൻ എന്നായിരുന്നില്ല, PM സ്വസ്ഥ് ഭാരത് യോജന എന്നതായിരുന്നു ആദ്യകാലത്തെ പേര്. പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന അല്ലെങ്കിൽ PMSB എന്ന രീതിയിലായിരുന്നു പേരുണ്ടായിരുന്നത്. പിന്നീടാണ് അത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്ന രീതിയിൽ പേര് മാറ്റിയത്. കൺഫ്യൂസിംഗ് ആവേണ്ട, ആദ്യം ഉണ്ടായിരുന്ന പേര് ഈ ഒരു മിഷന്റെ അഭിം മിഷന്റെ ആദ്യകാലത്തെ പേരെന്ന് പറയുന്നത് PMSB മിഷനാണ്. അതായത് PMSB എന്നായിരുന്നു. SBയുടെ ഫുൾ ഫോം എന്താണ്? പ്രധാനമന്ത്രി ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന. ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന എന്നായിരുന്നു ആദ്യകാലത്തെ പേര്. പിന്നീടാണ് അഭിം എന്ന രീതിയിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്ന രീതിയിൽ ഇതിന്റെ പേര് മാറ്റിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബഡ്ജറ്റിൽ 2021
22 കാലയളവിലെ ബഡ്ജറ്റിൽ ഏതാണ്ട് 64,180 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഫണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാലയളവ് 6 വർഷമാണ്. അന്ന് അവർ പ്രഖ്യാപിച്ച കാലയളവ് 6 വർഷമാണ്. 2021-22 തൊട്ടിട്ട് 2025-26 വരെയുള്ള 6 വർഷ കാലയളവാണ് ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഒന്ന് കൊടുത്തേക്കണം. ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് 2021 ഒക്ടോബർ 25-ാം തീയതിയാണ്. അപ് ടു ഏത് വരെയാണ്? 2026 വരെയാണ്. ഓക്കെ, വാരണാസിയിൽ നിന്നുമാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ആ രീതിയിൽ തന്നെ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചർച്ചയായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു ഓപ്ഷനിൽ മറ്റ് സ്കീംസ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ABPM-JY സ്കീം നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ABPM-JY സ്കീം എന്താണെന്ന് വെച്ചാൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഫുൾ ഫോം എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. എന്താണ്? പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന. എന്താണ്? ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി. ആ രീതിയിലാണ് ഈ ഒരു സ്കീം വരുന്നത്. 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പ്രകാരം ലാർജസ്റ്റ് പബ്ലിക്കലി ഫണ്ടഡ് ഹെൽത്ത് സ്കീം ഇൻ ദ വേൾഡ് എന്ന രീതിയിൽ കൂടെ എന്താണ് ഈ രീതിയിൽ കാര്യങ്ങൾ ABPM-JY സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് മാറിയിട്ടുണ്ടെന്നാണ്. 2021 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പ്രകാരം ലാർജസ്റ്റ് പബ്ലിക്കലി ഫണ്ടഡ് ഹെൽത്ത് സ്കീം ഇൻ ദ വേൾഡ്. ഇവിടെ വന്ന ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് പാൻ ഇന്ത്യ സ്കീം ടു സ്ട്രെങ്തൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അക്രോസ് എ കൺട്രി വിത്ത് ഫോക്കസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഈ 3 സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഇന്ത്യ മുഴുവൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ സ്കീമാണ് ചോദിച്ചത്. അത് നമ്മൾ പറഞ്ഞു PM അബിൻ സ്കീമാണ്. ഇവിടെ പറഞ്ഞത് ലോകത്ത് തന്നെയുള്ള പബ്ലിക്കലി ഫണ്ടഡ് ആയിട്ട് വരുന്ന ഹെൽത്ത് കെയർ സെക്ടറിലെ ഏറ്റവും വലിയ സ്കീമാണ് PM-JY സ്കീം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 12 കോടി ഫാമിലിയിൽ നിന്നുമായിട്ട് എന്താണ് ഏതാണ്ട് 55 കോടി ആളുകൾ നിലവിൽ ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുണ്ട്. PM-JY സ്കീമാണ് പറഞ്ഞത്. അതുപോലെ ലക്ഷ്യ സ്കീം കൂടെയുണ്ട്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ലക്ഷ്യ സ്കീമിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി. ലേബർ റൂം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. എന്താണ്? ലേബർ റൂം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ഈ രീതിയിൽ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അത്രയും കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? ദ കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ്. എന്താണ്? കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റലിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്. അതെന്തെന്നാണ് ചോദ്യം വരുന്നത്. സോ കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു കാറ് വാങ്ങിയാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് 2024 ജനുവരി മാസത്തിൽ ഞാൻ എന്താണ് 8 ലക്ഷം രൂപ കൊടുത്തിട്ടൊരു സ്വിഫ്റ്റ് കാറ് വാങ്ങുകയാണ്. ഞാൻ ആ ഒരു സ്വിഫ്റ്റ് കാറൊക്കെ ഉപയോഗിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ 2027 ആയ സമയത്ത്, ഇന്ന് എനിക്കൊരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന രീതിയിൽ ഒരു കാർ ഉണ്ടായിരുന്നു. 2027 ആയ സമയത്ത് ഞാൻ എന്താണ് 2027 ആയ സമയത്ത് ഞാൻ ഒരു കാർ സ്വിഫ്റ്റ് കാർ വിറ്റിട്ട് വേറെ കാർ എടുക്കാൻ വേണ്ടി പ്ലാനാണ്. സോ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും 2024 ഞാൻ ഈ ഒരു കാർ വാങ്ങിയത് 8 ലക്ഷം രൂപയ്ക്കായിരുന്നു. അതുകൊണ്ട് 2027 നിങ്ങൾ വിൽക്കുമ്പോൾ എന്താണ് എനിക്ക് 8 ലക്ഷം തന്നെ തരണേന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് ആരും വാങ്ങത്തില്ല. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ഫിക്സഡ് ക്യാപിറ്റൽ, അതിപ്പോൾ വീടായാലും കാർ ആയാലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും എന്തൊരു കാര്യമായി കഴിഞ്ഞാലും എന്താണ് അത് കാലക്രമേണ എന്താണ് അതിന് വേറെ ടയർ വരും അല്ലേ. വാഹനങ്ങളാകുമ്പോൾ വേറെ ടയർ വരും. ആ രീതിയിൽ എന്താണ് ഉപയോഗിക്കുന്നതിന് അതിന് കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിലയിലും കാര്യമായിട്ട് എന്താണ് മാറ്റം വരും അല്ലേ. സോ ഇത്തരത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഫിക്സഡ് ക്യാപിറ്റലിന് വരുന്ന മാറ്റത്തെ നമ്മൾ ഒരു പേരിൽ വിളിക്കാറുണ്ടല്ലോ. എന്താണത്? അതാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ അല്ലേ. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന പേരിലാണ് നമ്മൾ വിളിക്കാറുള്ളത്. ദ കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. കാർ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫിക്സഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വീടെന്ന് പറയുന്ന ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് വരുന്ന നമ്മുടെ കൺസെപ്ഷൻ അനുസരിച്ചിട്ട് അതിന് വരുന്ന ആ ഒരു പഴക്കത്തെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഡിപ്രിസിയേഷൻ എന്ന രീതിയിൽ വിളിക്കും അല്ലേ. നോർമൽ വെയർ ആൻഡ് ടയർ കാരണം എന്താണ് എപ്പോഴും ഒരു ഫിക്സഡ് ക്യാപിറ്റലിന് സംഭവിക്കുന്ന നഷ്ടത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഡിപ്രിസിയേഷൻ എന്ന പേരിൽ വിളിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ എത്ര സൂക്ഷിച്ചാൽ, ഞാൻ പറയാണ്, ഞാൻ കാറ് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, റെഗുലർ ആയിട്ട് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്, പൊന്നുപോലെ നോക്കുന്ന കാറാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ പറയുന്ന 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ പൈസ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം എന്താണ് കൃത്യമായിട്ടൊരു ഡിപ്രിസിയേഷൻ വാല്യൂ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. GDP, GNP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ GDP-ന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ എന്താണ് NDP കിട്ടും. അതുപോലെ GNP-ന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ എന്ത് കിട്ടും? NNP കിട്ടും അല്ലേ. സോ ആ രീതിയിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഒക്കെ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് എന്നൊന്ന് എഴുതി കാണിച്ചു തരാം,
NDP എന്നാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അതെങ്ങനെയാണ് കിട്ടുക? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. അതുപോലെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP എന്താണ്? GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേറെ ടേറെ നമ്മൾ മൈനസ് ചെയ്യുകയാണ്. സോ ഇതിന് എന്ത് പേരിൽ വിളിക്കും? ദ കൺസെപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഡിപ്രിസിയേഷൻ എന്ന പേരിൽ വിളിക്കും. കൃത്യമായിട്ട് ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഐഡന്റിഫൈ ദ ഓപ്ഷൻസ് ദാറ്റ് അറേഞ്ചസ് ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. എന്താണ് കാര്യം? ട്രൈബൽ പോപ്പുലേഷൻ അനുസരിച്ച് 2011 സെൻസസ്, നമുക്ക് 2011 സെൻസസ് മാത്രം ഇപ്പോഴും പഠിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം 2021 സെൻസസ് വന്നിട്ടില്ല. അതെന്താണ്? അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഡിലേ ആയി പോവുകയാണ്. എന്തായാലും ഇനി 2024 ഈ വർഷത്തെ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്താണ് ഇനി സെൻസസ് റിപ്പോർട്ട്സ് പ്രതീക്ഷ മതി. സോ 2011 സെൻസസ് തന്നെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ചോദ്യം എന്താണ്? 2011 സെൻസസ് പ്രകാരം ട്രൈബൽ പോപ്പുലേഷന് താഴെ പറഞ്ഞ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നതാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. തന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് 2011 പ്രകാരം മധ്യപ്രദേശിൽ ഏതാണ്ട് 14.7% ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഇനി മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ എന്താണ്? മഹാരാഷ്ട്രയിൽ 10% അല്ലെങ്കിൽ 10.10% ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഇനി ഒഡീഷ നോക്കുകയാണെങ്കിൽ ഒഡീഷയിൽ 9.20% ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു തന്ന ഓപ്ഷൻ നോക്കിയേ. ഇനി ഒന്ന് ഉത്തരത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളോട് അസെൻഡിങ് ഓർഡറിലേക്കാണ് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലേ. സോ അസെൻഡിങ് ഓർഡറിൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? കൂടി വരുന്ന ക്രമത്തിലാണല്ലേ. കൂടി വരുന്ന ക്രമത്തിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം എന്ത് വരും? ഒഡീഷ വരും. ഒഡീഷേനേക്കാളും കൂടുതൽ എന്തുണ്ട്? ബി മഹാരാഷ്ട്രയ്ക്കുണ്ട്. അതിനേക്കാളും കൂടുതൽ എന്തുണ്ട്? എ മധ്യപ്രദേശിനുണ്ട്. സോ ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? CBA അല്ലേ. സോ ട്രൈബൽ പോപ്പുലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് 2011 സെൻസസ് പ്രകാരം ട്രൈബൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ തന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, അത് കഴിഞ്ഞ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ ഒഡീഷ. 2011 ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 8.6% എന്താണ്? ട്രൈബ്സ് ആണ്, അല്ലെങ്കിൽ ട്രൈബൽ പോപ്പുലേഷൻ ആണ്. 100 ആളുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിൽ 8 തൊട്ടിട്ട് 9 ആളുകൾ എന്താണ്? ട്രൈബ്സ് ആണ്, ട്രൈബൽ ആളുകളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് ആ ഒരു ആദ്യ സെൻസസ് വന്നപ്പോൾ 1951 കാലഘട്ടത്തിൽ കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വെറും 5.6% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് 8.6% 2011 ഉയർന്ന് വന്നിട്ടുണ്ട്. ആ രീതി കൂടെ ഓർത്തേക്കണം. ഇനി സപ്പോസ് 5 സ്റ്റേറ്റ്സ് ഒക്കെ തരികയാണെങ്കിൽ നെക്സ്റ്റ് തരാൻ വേണ്ടി പോകുന്നത് രാജസ്ഥാൻ ആയിരിക്കും. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ 8.9%. അത് കഴിഞ്ഞാൽ ഗുജറാത്താണ്. രാജസ്ഥാൻ, അതുപോലെ ഗുജറാത്തിന് 8.60% ട്രൈബൽ പോപ്പുലേഷൻ വരുന്നത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ട്രൈബൽ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 550-ലധികം ട്രൈബ്സ് എന്താണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. 550-ലധികം ട്രൈബ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു കാര്യം തന്നെ ഓർത്ത് വെക്കണം. 550 എണ്ണമല്ല, 550 വിഭാഗങ്ങൾ, ട്രൈബ്സ് വിഭാഗങ്ങൾ. അതിൽ തന്നെ ഒരുപാട് പോപ്പുലേഷൻ വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ എന്താണ്? 140 കോടി ജനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 8.6% എന്ന് നമ്മൾ 2011 പറഞ്ഞു അല്ലേ. അതെന്തായാലും കൂടി വരും 50%. ഇപ്പോൾ അടുത്ത കാര്യങ്ങളായിട്ടുണ്ടാവും. സോ ആ ഒരു കണക്കുകൾ നോക്കുമ്പോൾ 10 കോടി ആളുകൾ, ഏതാണ്ട് 10 കോടി ആളുകൾ എന്താണ് ട്രൈബൽ പോപ്പുലേഷനിൽ വരുന്നുണ്ട്. ആ 10 കോടി ആളുകളിൽ 9 കോടി ആളുകൾ എന്താണ്? 9 കോടി ആളുകൾ റൂറൽ ഏരിയയിലും 1 കോടി ആളുകൾ മാത്രമേ അർബൻ ഏരിയയിലും വരുന്നുള്ളൂ. ട്രൈബൽ പോപ്പുലേഷൻ റൂറൽ ഏരിയയും അർബൻ ഏരിയയും സെപ്പറേറ്റും ചോദ്യങ്ങൾ വരാം. എങ്ങനെ വന്നാൽ നമുക്ക് എന്താണ്? നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റണം. വേറൊരു പ്രശ്നവും നമുക്കില്ല അല്ലേ. സോ ക്ലിയർ ആണല്ലോ. അത്രയും കാര്യങ്ങൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ കീറി മുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ വന്നാൽ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി വാസ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഫോർ ടൈനി ഇൻഡസ്ട്രി ഓർ യൂണിറ്റ് ഇൻക്രീസ്ഡ് ടു 2 lakh. അതായത് ചോദ്യം ഇതാണ്. താഴെ പറഞ്ഞ ഏതോ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി 1977, 91, 80, 56 ഏതോ ആയിക്കോട്ടെ, അതിൽ ഏതോ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി വന്ന സമയത്ത്, ഇൻഡസ്ട്രിയൽ പോളിസി അവതരിപ്പിച്ച സമയത്ത് അതിൽ അതുവരെ ഉണ്ടായിരുന്ന സ്മോൾ സ്കെയിലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇൻക്രീസ് ചെയ്തിട്ട് അത് 2 ലക്ഷമായിട്ട്, അതുവരെ ഉണ്ടായിരുന്നത് സപ്പോസ് 1 ലക്ഷം രൂപയാണെങ്കിൽ അത് 2 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് ഏത് വർഷം വന്ന ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം എന്നാണ് ചോദ്യം. ഇതിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നത്
1980 വന്ന ഇൻഡസ്ട്രിയൽ പോളിസിയിലാണ് ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യന് തന്നതുപോലെ മാറ്റമുണ്ടായിരുന്നത്. അതുവരെ 1980 മുന്നേ വരെ 1980 ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നതിന് മുൻപ് വരെ എന്താണ് ഒരു ടൈനി എന്റർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഉത്തരം 1 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെന്റിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ആരംഭിച്ച സ്ഥാപനങ്ങളെയാണ് നമ്മൾ അതുവരെ 1980 വരെ ടൈനി ഇൻഡസ്ട്രി എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് 1980 ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പോളിസി വന്ന സമയത്ത് ആ ഒരു 1 ലക്ഷം എന്ന് പറയുന്ന മാനദണ്ഡം മാറിയിട്ട് എന്താണ് അത് 2 ലക്ഷം രൂപയായിട്ട് ഉയർന്നു. സോ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായല്ലേ എന്താണ് ഇൻ വിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി വാസ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഫോർ ടൈനി ഇൻഡസ്ട്രി ഓർ യൂണിറ്റ് ഇൻക്രീസ്ഡ് ടു 2 lakh. 1 lakhൽ നിന്നും 2 lakh അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല, ബട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. സോ 1 lakhൽ നിന്നും 2 lakh ആയിട്ട് ടൈനി ഇൻഡസ്ട്രീസിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉയർത്തിയ സ്കീം പോളിസി ഏതാണെന്നാണ് ചോദ്യം. 1980 വന്ന ഇൻഡസ്ട്രിയൽ പോളിസിയാണ് ഇത്തരത്തില് ഒരു മാറ്റം കൊണ്ടുവന്നത്. അങ്ങനെ 1980 എന്താണ് അത് 2 ലക്ഷം രൂപയായിട്ട് മാറ്റുകയും ചെയ്തു. ടൈനി കഴിഞ്ഞാൽ എന്താണ് സ്മോൾ യൂണിറ്റ് വരുന്നുണ്ട് അല്ലെ, സ്മോൾ യൂണിറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നൊരു യൂണിറ്റും ഉണ്ട്. മെയിനായിട്ട് നമുക്ക് 3 യൂണിറ്റ് ഉണ്ട്. ഒന്ന് ടൈനി വരുന്നുണ്ട്, അതുപോലെ സ്മോള്, അതുപോലെ ആൻസിലറി. ഇതിൽ ടൈനി എന്താണ് 1 ലക്ഷത്തിന് 2 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മോൾ യൂണിറ്റ് എന്താണ് സ്മോൾ യൂണിറ്റ് 20 ലക്ഷമായിട്ട് മാറ്റി. സ്മോൾ യൂണിറ്റ് 20 ലക്ഷമായിട്ടും ആൻസിലറി യൂണിറ്റ് എന്താണ് 25 ലക്ഷമായിട്ട് വന്ന് 1980 മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1991 ഈ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1991 വന്ന സമയത്ത് വീണ്ടും ട്വിസ്റ്റ് സംഭവിച്ചു. ടൈനി എന്താണ് 2 അല്ല 5 ലക്ഷമായിട്ട് ഉയർത്തണം എന്ന രീതിയിൽ തീരുമാനം വന്നു. ചിലപ്പം അങ്ങനെയും അടുത്ത ചോദ്യം വരാം. ഇൻ വിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി വാസ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഫോർ ടൈനി ഇൻഡസ്ട്രി ഓർ യൂണിറ്റ് ഇൻക്രീസർ 5 lakh എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ് 1991 ആണ്. അതുപോലെ എന്താണ് അതുപോലെ സ്മോൾ യൂണിറ്റ് എന്നുള്ളത് 20 ലക്ഷത്തിന് 60 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ എന്താണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷത്തിന് 75 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു മാറ്റം വീണ്ടും ഇവിടെ അവസാനിച്ചു എന്ന് വെച്ചാൽ അവസാനിച്ചിട്ടില്ല. 1999 ആയപ്പോൾ പറഞ്ഞു ഈ സ്മോള് ആൻസിലറി ഈ 2 കാര്യങ്ങൾ എന്താണ് സ്മോൾ ആയാലും ആൻസിലറി ആയാലും 1 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആ ഒരു ഫേംസിനെയാണ് ഇനി മുതൽ സ്മോൾ അല്ലെങ്കിൽ ആൻസിലറി എന്ന പേരിൽ വിളിക്കുമെന്ന് പറഞ്ഞു. സോ 3ഓളം ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ പറഞ്ഞു. 1980 പറഞ്ഞു, 91 പറഞ്ഞു, 1999 പറഞ്ഞു. അത്രയും മാറ്റങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 30ഓളം ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്നാണ്. സോ ഒരു 30ഓളം ചോദ്യങ്ങൾ മുന്നോട്ടേക്ക് പോകത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ലൈവ് ക്ലാസ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങൾ കേട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അക്കാഡമിക്സ് എജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. അതുപോലെ നമ്മുടെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചാറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. In January 2022, which state government has extended its integrated initiative for the empowerment of persons with disabilities, the Bhima Boy Binakyama Samarthya Abhiyan for the next 5 years? ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2022 ജനുവരി മാസം ഏതോ ഒരു സംസ്ഥാന ഗവൺമെന്റ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫിസിക്കലി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയുള്ള ആ ഒരു വിഭാഗത്തിന് ഓൾറെഡി അവർ നൽകിയ BBSA എന്ന് പറയും ഭീമ ബോയ് ബിനാക്യമ സമർത്ഥ്യ അഭിയാൻ എന്ന് പറയുന്ന ഒരു സ്കീമാണ്. മറ്റൊന്നുമല്ല, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടിയുള്ള സ്കീമാണ്. ആ സ്കീം അടുത്തൊരു 5 വർഷത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഏത് സംസ്ഥാനമാണ് ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം വന്നത്. ഏത് സംസ്ഥാനമാണ് ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത്. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. സൂത്രം എന്താണ്? ഒഡീഷയാണ് ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തേക്കണം. 2018 നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഒഡീഷയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 3.2% പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. സോ അതുകൊണ്ടാണ് ആ ഒരു കാരണമൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്കീംസ് വീണ്ടും എന്താണ് ഒഡീഷയിൽ ആവർത്തിച്ച് വരുന്നത്. 2018 വന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഒഡീഷയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഒഡീഷയിൽ 100 പേരുണ്ടെങ്കിൽ അവിടെ 3.2 ആളുകൾ അല്ലെങ്കിൽ 3 ആളുകളും എന്താണ് 100 പേരുണ്ടെങ്കിൽ 3 ആളുകളും
പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അതുപോലെ എന്താണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് BBSA എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് പൊതുസേവനങ്ങൾ സാധാരണ ആളുകളെ പോലെ തന്നെ എന്താണ് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു അവകാശം അവർക്കും ഉണ്ട് അല്ലേ. സോ അങ്ങനെ അത് ആക്സസ് ചെയ്യുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് BBSA എന്ന് പറയുന്ന സ്കീം റീസെന്റ് ആയിട്ട് ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 2021-22 അവസാനിക്കാനിരിക്കുകയാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറഞ്ഞു അവർ 2025-26 ഫിനാൻഷ്യൽ ഇയർ വരെ ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന രീതിയിൽ പറഞ്ഞു. മാത്രമല്ല ഈ ഒരു സ്കീമിന് അതിന് ഗുണഭോക്താവ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു വ്യക്തികൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കണമെന്ന കാര്യം കൂടെ കൊണ്ടുവന്നു. ചിലപ്പോൾ നെക്സ്റ്റ് വരുന്ന ചോദ്യം, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, താഴെ പറഞ്ഞ ഏതൊക്കെയാണ് ശരി BBSA സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ശരി ഏതാണ് 2022 ജനുവരി മാസമുള്ളത് 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമാണ്. അതുപോലെ ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസിന് എന്താണ് ആധാർ കാർഡ് നിർബന്ധമാക്കേണ്ടി ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ BBSA സ്റ്റേറ്റ് സ്പെസിഫിക് സ്കീമാണ്. ഒഡീഷയുടെ ആ ഒരു ഓൾറെഡി ഉള്ള അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റേറ്റ് റെക്കോർഡഡ് വെരി ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഡ്യൂറിംഗ് 2001-2011 സെൻസസ് ഓഫ് ഇന്ത്യ. 2001-2011 സെൻസസ് അല്ലെ. ഓൾറെഡി ഞാൻ പറഞ്ഞു 2021 വരാത്തിടത്തോളം കാലം എന്താണ് 2011 തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകണം. സോ 2001-2011 ആ ഒരു ഡെക്കേഡിൽ വന്ന സെൻസസ്. എന്തിനാണ് നമ്മൾ ഡെക്കേഡിലെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മാറ്റങ്ങൾ. മുന്നേ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർഷം 2001 കമ്പയർ ചെയ്യുമ്പോൾ 2011 കൂടുതലാണോ കുറവാണോ എന്താണ് മാറ്റം വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡെക്കേഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ ചോദ്യം എന്താണ്, ഇവിടെ 2001 നിന്നും 2011 എത്തുന്ന സമയത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലേഷനിൽ ആ ഒരു വളർച്ചാ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയെന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ ഒരുപാട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബീഹാർ, രാജസ്ഥാൻ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ബീഹാർ, ഹരിയാന, മേഘാലയ, അരുണാചൽ പ്രദേശ്, ബീഹാർ. സോ ഈ എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഓൾമോസ്റ്റ് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളും ടോപ്പ് പെർഫോമൻസ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്സ് ആണ്. സോ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ അറിയുകയാണെങ്കിൽ, എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ആ ഒരു നമ്പേഴ്സ് നമ്മൾ ഒന്ന് പരിശോധിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കിവിടെ ബീഹാർ നോക്കാം. ആദ്യം നമുക്ക് ബീഹാർ നോക്കാം. ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട വന്നിട്ടുള്ള ആ ഒരു വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ 25.4%, 25.4% വളർച്ച. അതായത് 100 പേര് 2001 ഉണ്ടായിരുന്നെങ്കിൽ 125 പേരായിട്ട് 2011 അത് മാറിയിട്ടുണ്ട്. ഓക്കെ, ബീഹാറിന്റെ കാര്യം നമ്മൾ അവിടെ നോക്കി. ഇനി എന്താണ്, ഇനി ബീഹാർ പോലെ മേഘാലയ ഉണ്ട് അല്ലേ. മേഘാലയയിൽ വന്നിട്ടുള്ള വളർച്ച എത്താണ്, മേഘാലയയിൽ വന്നിട്ടുള്ള വളർച്ച 27.9%. ഇനി അരുണാചൽ പ്രദേശ് നമ്മൾ നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് 25.9%, 25.9% അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 3 സ്റ്റേറ്റ് ഞാൻ എഴുതിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 സ്റ്റേറ്റ് ആണ് ലീഡിങ്. നമ്മൾ എല്ലാത്തിൻ്റെയും പറയേണ്ടതില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സോ ബീഹാർ, മേഘാലയ, അരുണാചൽ പ്രദേശ് 3 വരുന്ന ഓപ്ഷൻ എവിടെയുള്ളതാ? ബീഹാർ, മേഘാലയ, അരുണാചൽ പ്രദേശ്. 4th ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. സോ ഉത്തരം എന്താണ്? 4th ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരേണ്ടതുള്ളത്. ബീഹാർ 2001-2011 എത്തുമ്പോൾ ബീഹാറിൽ വന്ന പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 25.4%, അരുണാചൽ പ്രദേശിൽ വന്ന പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 25.9%, ബീഹാറിൽ വന്ന പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 25.4%. ആ രീതിയിൽ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാത്തിനെയും പറയുന്നില്ല, എല്ലാത്തിനെയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ രീതിയിൽ കൂടുതൽ സമയം എടുത്തിട്ട് പറയേണ്ടതായിട്ട് വരും അല്ലേ. ഇനി ടോട്ടൽ ഇന്ത്യയുടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വന്നത് 17.7%. 2001 100 പേരുണ്ടെങ്കിൽ 2011 എന്താണ് 2011 അത് 117 പേരായിട്ട് ഉയർന്നിട്ടുണ്ട്. അതാണ് ആ ഒരു വ്യത്യാസം അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വന്ന യൂണിയൻ ടെറിട്ടറി ദാദ്ര നാഗർ ഹവേലിയാണ്. അവിടെ 55% വളർച്ചാ നിരക്കുണ്ട്. ഏറ്റവും കുറവ് വന്നത് നമ്മുടെ കേരളവും നാഗാലാൻഡുമാണ്. നാഗാലാൻഡിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് നാഗാലാൻഡ് -0.6% എന്ന് പറയുമ്പോൾ എന്താണ്, 2001 100 പേരുണ്ടായിരുന്നെങ്കിൽ 2011 അത് 99 പേരായിട്ട്
കുറഞ്ഞു എന്നാണ് ഇതിനർത്ഥം, അല്ലെങ്കിൽ 99.4 ആ രീതിയിൽ കുറഞ്ഞു എന്ന രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നാഗാലാൻഡിന് എന്താണ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റും കേരളത്തിനും എന്താണ്, കേരളത്തിനും കുറവാണ്. കേരളത്തിന് 4.9% ഗ്രോത്ത് റേറ്റ് മാത്രമേ പോപ്പുലേഷനിൽ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചുള്ളൂ. ഇനി ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 23.6%, മിസോറാമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 23.5%, ഈ പറയുന്ന മേഘാലയ, അരുണാചൽ പ്രദേശ്, ബീഹാർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ 23.6%, മിസോറാം 21.5%. അതൊക്കെ കൂടെ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ നമുക്ക് ഈ തന്നതുപോലെ തന്നെ ചോദ്യം വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യാതിരുന്നത്. അവിടെ വരുന്ന സമയത്ത് നമുക്ക് ലീഡിംഗ് ആയുള്ള കുറച്ച് പ്രദേശങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് ഇൻ ദ മെഡിക്കൽ ടൂറിസം ഇൻഡെക്സ് ഫോർ 2020-21 ഔട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ബൈ മെഡിക്കൽ ടൂറിസം അസോസിയേഷൻ. എന്താണ് കാര്യം, റീസെന്റ് ആയിട്ട് 2020-21 മെഡിക്കൽ ടൂറിസം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്നാണ് ചോദ്യം വന്നത്. തയ്യാറാക്കുന്ന മെഡിക്കൽ ടൂറിസം അസോസിയേഷൻ ആണ്. സോ ആ ഒരു റാങ്കിങ് പ്രകാരം 2020-21 ഇന്ത്യയുടെ റാങ്ക് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ റാങ്ക് പറയുകയാണെങ്കിൽ 10ാമതാണ് ഇന്ത്യ മെഡിക്കൽ ടൂറിസം ഇൻഡെക്സിൽ 2020-21 പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. റിപ്പോർട്ട് വന്നത്, ആക്ച്വലി ഈ റിപ്പോർട്ട് വന്നത് 2023 മാർച്ച് മാസമാണ്. റിപ്പോർട്ട് വന്നത് 2021 മാർച്ച് മാസമാണ്. ബട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏത് വർഷത്തെ ബേസ് ചെയ്തിട്ടാണ്, 2020-21 വർഷത്തെയാണ്. ടോട്ടൽ 46 ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ടോട്ടൽ 46 ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ഇന്ത്യ എത്രാമതെത്തിയ, ഇന്ത്യ 10ാമത് വന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം മോശമില്ലാത്ത നല്ല പെർഫോമൻസ് ആണ്. 10th ആണ് വന്ന 46 ഡെസ്റ്റിനേഷനാണ് വേൾഡ് വൈഡ് ആയിട്ട് മെഡിക്കൽ ടൂറിസം അസോസിയേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് 46 രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയ സമയത്ത്, വേൾഡ് മെഡിക്കൽ ടൂറിസം അസോസിയേഷൻ പട്ടിക തയ്യാറാക്കിയ സമയത്ത് അവിടെ എന്താണ്, അവിടെ നമ്മുടെ ഇന്ത്യ 10ാമത് വന്നിട്ടുണ്ട്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, വിദേശത്തെ ആളുകൾ, നമ്മൾ ഇന്ത്യയിലെ പല ആളുകളും അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അല്ലേ, ആ രീതിയിൽ ബെറ്റർ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞു പോവാറുണ്ട്. അതേ രീതിയിൽ എന്താണ്, മറ്റ് രാജ്യത്തെ ആളുകൾ ഇന്ത്യയിലെ ആ ഒരു മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്, ആ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് വരാം, ഏത് രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം. സോ ഇത്തരത്തിൽ എന്താണ്, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 1.83 ലക്ഷം ആളുകൾ എന്താണ് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. 2021 അത് 3.04 ലക്ഷമായിട്ടും ഉയർന്നിട്ടുണ്ട്. സോ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യക്ക് ഈ റിപ്പോർട്ടിൽ 10ാം റാങ്ക് വന്നത്. ഇവർക്കൊക്കെ ആയിട്ട് ഇത്തരത്തിൽ വിദേശികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വിദേശികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെഡിക്കൽ വിസ എന്ന് പറയുന്ന ഒരു സ്കീം കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ വിസ എന്ന് പറയുന്ന ഒരു സ്കീം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തേക്കണം. ഇനി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വിദേശികൾ മെഡിക്കൽ എന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നത്, ടൂറിസം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നത്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നത് അത് ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഒരു ലിസ്റ്റിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണെന്ന് പറഞ്ഞു. സോ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, 1ാം സ്ഥാനം ഏത് രാജ്യമാണെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഏത് രാജ്യമായിരിക്കും 1ാം സ്ഥാനം? 1ാം സ്ഥാനം കൊണ്ടുപോയത് കാനഡയാണ്. കാനഡ 1ാം സ്ഥാനം, 2ാം സ്ഥാനം സിംഗപ്പൂരാണ്, 3ാം സ്ഥാനം ജപ്പാനാണ്. അതിനർത്ഥം എന്താണ്, ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തെ മികച്ച മെഡിക്കൽ സർവീസ് നൽകുന്ന രാജ്യമാണ് കാനഡ എന്ന രീതിയിൽ അനുമാനിക്കുന്നുണ്ട് അല്ലേ. നിലവിലെ കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽസ് പ്രകാരം അത്തരത്തിൽ അനുമാനിക്കുന്നുണ്ട്. സോ 2ാമത് സിംഗപ്പൂരാണ്, 3ാമത് വരുന്നത് ജപ്പാനാണ്. അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? 10th ആണ് റാങ്കിങ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, അറൈസ് ദ ഫോളോയിങ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അക്കോർഡിംഗ് ടു ദ ഇയർ ദേ വെർ സെറ്റപ്പ്. തന്ന ചോദ്യം എന്താണ്, നമുക്കൊരു 3 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യം അതിനെന്താണ്, അത് രൂപീകരിച്ച വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ക്രമീകരിക്കാനുള്ള ചോദ്യം വന്നു അല്ലേ. ചോദ്യം തന്നു. ICICI ബാങ്കൊക്കെ നമുക്കറിയാം, ഒരു പ്രശ്നവുമില്ല. IDBI ബാങ്കും നമുക്കറിയാം, ഒരു പ്രശ്നവുമില്ല. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം, ഒരു പ്രശ്നമില്ല. പ്രശ്നം എപ്പോഴാണ്, ഇതൊന്ന് രൂപീകരിച്ച വർഷം നമുക്ക് അറിയില്ലെങ്കിലാണ് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥ പ്രശ്നം അപ്പോഴാണ് വരുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം അല്ലേ. സോ ആദ്യം നമുക്ക് ICICI നോക്കാം. ICICI എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്.
ICICI വരുന്നത്. ഓക്കെ, ICICI ഇന്ത്യയിൽ എപ്പോൾ ആരംഭിച്ചു എന്ന് വെച്ചാൽ 1955 1955 കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി 5. ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 1955 നമ്മൾ വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ICICI ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, 1955 ജനുവരി 5 വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടെ ആരംഭിക്കുന്നു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ചിലപ്പം അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആസ്ഥാനമായി കൊണ്ടാണ് ഇത് നിലവിൽ വന്നത്. പിന്നീട് ഇതൊരു ബാങ്കായിട്ട് നമുക്ക് അറിയുന്നത് ICICI ബാങ്ക് എന്ന രീതിയിലാണ് അല്ലേ. ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിലധികമായിട്ട് ബാങ്ക് എന്ന രീതിയിലാണ് ICICI ബാങ്ക് സ്ഥാപിക്കപ്പെടുന്ന ഡേറ്റ് ചോദിച്ചാൽ അത് 1994 അത് രൂപീകരിക്കപ്പെടുന്നത്. നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാം? ICICI ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആരാണ്? ഗിരീഷ് ചന്ദ്ര ചതുർവേദിയാണ് അല്ലെ. GC ചതുർവേദിയാണ്. GC മുർമു എന്ന് പറയരുത്, GC ചതുർവേദിയാണ്. ഗിരീഷ് ചന്ദ്ര ചതുർവേദിയാണ്. ആ പേരെന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ICICIയുടെ കാര്യമായി. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് IDBI ആണ് അല്ലെ. IDBI അതും നമുക്ക് ഇതുപോലെ നോക്കാം. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ IDBI രൂപീകരിക്കപ്പെടുന്ന 1964 1964 ജൂലൈ 1 1964 ജൂലൈ 1 ആക്ട് ഓഫ് പാർലമെന്റ്. ഒരു പാർലമെന്റ് എന്താണ്? ഒരു ആക്ട് പ്രകാരം, പാർലമെന്റ് ഒരു ആക്ട് പ്രകാരം എന്താണ്? RBIയുടെ ഒരു സബ്സിഡി എന്ന രീതിയിലാണത് ആരംഭിക്കുന്നത്. 1964 ജൂലൈ 1 എന്താണ്? പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരം എന്താണ് അത് RBIയുടെ ഒരു സബ്സിഡി എന്ന രീതിയിൽ, RBI ഓൺ ചെയ്യുന്ന ഒരു സബ്സിഡി എന്ന രീതിയിലാണ് IDBI ബാങ്ക് ആരംഭിക്കുന്നത്. പിന്നീട് 1976 സമയത്ത് എന്താണ്? 1976 സമയത്ത് ഇതിന്റെ ഓണർഷിപ്പ് ഗവൺമെന്റിലേക്ക് മാറ്റി. ഓണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളും മാറ്റുകയും ചെയ്തു. എന്നിട്ടും എന്താണ്? ഇതൊരു ബാങ്കായിട്ട് മാറ്റിയില്ല. 2004 ഇതെന്താണ്? ഇതൊരു ഷെഡ്യൂൾ ബാങ്കായിട്ട് മാറ്റുന്നത്. ഷെഡ്യൂൾ ബാങ്ക് എന്ന് പറയുമ്പോൾ ആ ബാങ്കിങ് ആക്ടുമായിട്ട് റിസർവ് ബാങ്ക് RBI ആക്ട് 1934 ഷെഡ്യൂൾ 2 അല്ലേ, രണ്ടാമത്തെ ഷെഡ്യൂൾ ഉൾപ്പെട്ട ബാങ്കായിട്ടത് 2004 മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 എന്താണ്? ഷെഡ്യൂൾ ബാങ്ക് എന്ന രീതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതൊരു കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് മാറ്റി. ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്, മുംബൈ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇതിന്റെയും മുംബൈ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ചെയർമാൻ ചോദിച്ചാൽ നമുക്കറിയാം LICയുടെ മുൻ ചെയർമാനായിട്ടുള്ള MR കുമാറാണ് ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. സോ IDBI ബാങ്കും ഇവിടെ ആയിട്ടുണ്ട് അല്ലേ. സോ IDBI ബാങ്ക് നമുക്കായിട്ടുണ്ട്. ഇനി ഏത് ബാങ്കും കൂടിയാണ് ബാക്കിയുള്ളത്? IFCI ബാങ്ക് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൂടിയാണുള്ളത്. 1948 എന്താണ്? 1948 ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ട്, നിയമത്താൽ സ്ഥാപിതമായുള്ള ഒരു ബോഡി ആയിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടുള്ളത്. നിലവിൽ എന്താണ്? നിലവിലെ NSE, BSE അതുപോലെയുള്ള മാർക്കറ്റ്സിൽ നിന്നാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് ഇത്. സോ വർഷങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. IFCI 1948, IDBI 1964, ICICI 1955. സോ നമ്മൾ ഓർഡർ നോക്കുന്ന സമയത്ത് എന്താണ്? ആദ്യം IFCI എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? IFCI എഴുതി കഴിഞ്ഞാൽ 1955 വരുന്ന ICICI ബാങ്ക്, അത് കഴിഞ്ഞ് IDBI ബാങ്ക്. ആ ഒരു ഓർഡർ നോക്കിയേ. IFCI എന്ന് പറയുമ്പോൾ എന്താണ്? IFCI എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 വരും. ICICI എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 വരും. IDBI ഓപ്ഷൻ 2 വരും. 312 ഓപ്ഷൻ ഉണ്ടോ? രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നുണ്ടല്ലേ, 312. സോ അതാണ് ഉത്തരം. ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വന്നു അല്ലേ. നമുക്ക് എല്ലാ ബാങ്കും അറിയാം, ICICI അറിയാം, IDBI അറിയാം, IFCI അറിയാം, എല്ലാം അറിയാം. ബട്ട് അത് രൂപീകരിച്ച വർഷം അറിയില്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു മാർക്ക് വെറുതെ പോയി. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? നെക്സ്റ്റ് ചോദ്യം എന്താണ്? മുദ്ര ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഓഫ് മൈക്രോ യൂണിറ്റ് എന്റർപ്രൈസ്, ദ ഫുൾ ഫോം ഓഫ് മുദ്ര. എല്ലാ കാര്യങ്ങളും നമ്മളോട് തന്നിട്ടുണ്ട്. നമ്മളോട് എല്ലാം പറഞ്ഞു ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, സോ ഇതാണ് കാര്യം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മളോട് എന്താണ് ചോദിച്ചത്? ഫുൾ ഫോം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അല്ലേ. മുദ്ര എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചിട്ടൊരു മൈക്രോ യൂണിറ്റ് എന്റർപ്രൈസിനൊക്കെ എന്താണ് സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ചോദിച്ചു മുദ്രയുടെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചല്ലേ. മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, മൈക്രോ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇവിടെ മൈക്രോ യൂണിറ്റ് എന്ന കാര്യം ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഓപ്ഷനിൽ നമുക്ക് എന്താണ്? മൈക്രോ യൂണിറ്റ് എന്ന് പറയുന്ന കാര്യം എവിടെയെങ്കിലും ഉണ്ടോ? മൈക്രോ യൂണിറ്റ് എന്ന് പറയുന്ന മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയല്ലേ. നോക്കിയേ, ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തി. വേറെ ഒന്നും നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തന്ന ഓപ്ഷനിൽ തന്ന ചോദ്യത്തിൽ മൈക്രോ യൂണിറ്റ് എന്റർപ്രൈസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിൽ നമ്മൾ എന്താണ് മൈക്രോ യൂണിറ്റ് ഓപ്ഷനിൽ വരുന്ന ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തി. ഇനി സപ്പോസ് എന്താണ് ഇവിടെ എല്ലാ മൈക്രോ യൂണിറ്റ് വന്നാൽ നമ്മൾ വെട്ടും. ഇവിടെ
ഒന്ന് മീഡിയം യൂണിറ്റും തന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടത്. സോ ഉത്തരം എന്താണ്? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ് മുദ്ര അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫോം വരുന്നത്. ഓക്കെ, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ആണ്. 2015 ലോഞ്ച് ചെയ്ത വർഷം ചോദിച്ചാൽ 2015 ഏപ്രിൽ 8-ാം തീയതിയാണ് ഈ ഒരു മുദ്ര സ്കീം ആരംഭിക്കുന്നത്. 2015 ഏപ്രിൽ 8-ാം തീയതിയാണ്. പ്രധാനമായിട്ടുള്ള ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ പേഴ്സണൽ ലോൺസ് ഫോർ ബെനിഫിഷ്യറീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബെനിഫിഷ്യറീസ് ഗുണഭോക്താക്കൾക്ക് എന്താണ് വളരെ കുറഞ്ഞ നിരക്കിൽ, സാധാരണ ബാങ്കുകൾ നൽകുന്നതിലും കുറഞ്ഞ നിരക്കിൽ എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് വെച്ചിട്ട് വളരെ കുറഞ്ഞ നിരക്കിൽ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള ലോൺ നൽകുക എന്നതാണ് ഇവിടെ ലക്ഷ്യമായിട്ട് വരുന്നത്. പ്രധാനമായിട്ട് ബേസിക്കലി ഇവർക്ക് ആർക്കാണ് ലോൺ നൽകുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ ഹാവിംഗ് ബിസിനസ് പ്ലാൻ ഇൻ എ നോൺ ഫാമിംഗ് സെക്ടർ. അതായത് അഗ്രികൾച്ചർ അല്ലാതെ, അഗ്രികൾച്ചർ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വെച്ചാൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരുപാട് ലോൺസും കാര്യങ്ങളും നൽകുന്നുണ്ട്. സോ ഇത്തരത്തിൽ എന്താണ് നോൺ ഫാമിംഗ് സെക്ടറിൽ ഒരു വ്യക്തി ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു മുദ്ര സ്കീം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ക്വാളിഫിക്കേഷൻ കൂടെ അവർക്ക് ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഈ പറയുന്ന മറ്റ് ജനറൽ ആക്ടിവിറ്റി നോൺ അഗ്രികൾച്ചർ നോൺ ഫാമിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ അതിനുവേണ്ട സഹായം എന്തിലൂടെ ലഭ്യമാവും? മുദ്ര അല്ലെങ്കിൽ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് റീഫിനാൻസിങ് ഏജൻസിയിലൂടെ ലഭ്യമാവും. 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ അവർ അനുവദിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ ഉണ്ട്. ഈ ലോണിനെ തന്നെ അവർ അനുവദിക്കുന്ന ലോണിനെ തന്നെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഈ ലോൺ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് ആ ഒരു 3 കാറ്റഗറി? ഒന്ന് ശിശുവാണ്. എന്താണ് ശിശു എന്ന് പറഞ്ഞാൽ ലോണിന്റെ പേരാണ്, ലോൺ അവർ നൽകിയ പേരാണ്. ശിശു എന്ന് പറയുമ്പോൾ ചെറുതാണല്ലേ. സോ ആ ഒരു ശിശു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതെങ്കിൽ മാക്സിമം 50,000 രൂപയെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനി എന്താണ് കിഷോർ? ശിശു വലുതായി കിഷോർ എന്ന രീതിയിൽ ഈ ഒരു കുട്ടിക്ക് പേരിട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ 50,000 തൊട്ടിട്ട് 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും. ഇനി എന്താണ്? ഇനി ആ ഒരു കിഷോറിന്റെ മകനായിട്ടുള്ള തരുണ് വരുന്ന സമയത്ത്, മകനൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്, തരുണ് വരുന്ന സമയത്ത് എന്താണ് 5 ലക്ഷം തൊട്ടിട്ട് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലോൺ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ബേസിൽ എന്താണ് നിങ്ങൾക്ക് 50,000 തൊട്ടിട്ട് 10 ലക്ഷം രൂപയുള്ള സ്കീം ലഭ്യമാവുന്നതായിരിക്കും. സോ മനസ്സിലായല്ലോ മുദ്ര സ്കീം എന്താണെന്ന് മനസ്സിലായി, ഫുൾ ഫോം മനസ്സിലായി, എന്ന് ലോഞ്ച് ചെയ്തു എന്ന് മനസ്സിലായി, എന്തിന് ലോഞ്ച് ചെയ്തു എന്ന് മനസ്സിലായി, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് നമുക്ക് സബ് കാറ്റഗറീസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? On International Women's Day 2022, the Ministry of MSME launched an entrepreneurship drive for women by which of the following names? 2022 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്താണ്? മാർച്ച് 8-ാം തീയതിയാണ് അല്ലെ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത് നമ്മൾ ഏത് തീയതിയാണ്? മാർച്ച് 8-ാം തീയതിയാണ്. കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് എന്നാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ. സോ മാർച്ച് 8-ാം തീയതി നമ്മുടെ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്താണ് ഒരു സ്പെഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഡ്രൈവ്, അതും ആർക്ക് മാത്രം? വുമൻസിന് മാത്രമായിട്ട് ലോഞ്ച് ചെയ്തു. അങ്ങനെ ലോഞ്ച് ചെയ്ത ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ പേരാണ് നമ്മളൊരു ചോദ്യം വന്നത്. ഇവിടെ ഉത്തരം എന്താണ്? ഇവിടെ ഉത്തരം വരുന്നത് സമർത്ഥ് സ്കീമാണ്. ഓക്കെ, ഉത്തരം എന്താണ്? സമർത്ഥ് സ്കീമാണ് ഇവിടെ വരുന്നത്. ലോഞ്ച് ചെയ്ത ആരാണ്? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് സബർബൻ ഏരിയയിൽ 7,500-ലധികം വനിതകൾക്ക് പരിശീലനം നൽകുകയാണ് സമർത്ഥ എന്ന് പറയുന്ന സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൺടർപ്രണർഷിപ്പ് ഡ്രൈവ് ഫോർ വുമൺ ആണല്ലേ. അതായത് വനിതകളിലെ സംരംഭകരെ എന്താണ് ഉണർത്തുക, അല്ലെങ്കിൽ വനിതകളെ പുതിയ സംരംഭകരായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് മാർച്ച് 8-ാം തീയതി വനിതാ ദിനത്തിൽ എന്താണ് സബർബൻ ഏരിയാസിൽ വരുന്ന 7,500-ലധികം വനിതകൾക്ക്, ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരും എത്ര വനിതകൾക്ക് പരിശീലനം നൽകിയെന്നടക്കം ചോദ്യങ്ങൾ വരാറുണ്ട്. സോ 7,500-ലധികം വനിതകൾക്ക് എന്താണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റെഗുലേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഇൻ 1973? 1973 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ചെയ്തെന്നാണ് ചോദ്യം വന്നത്. സോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് എത്താം. എന്താണ്? ഫെറയാണല്ലേ. ഫെറ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ്. ഫെറ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ്. 1973 ഈ പറഞ്ഞ ഫെറ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത്. അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയിട്ട് 1974 ജനുവരി 1-ാം തീയതി, ന്യൂ ഇയറിന് തന്നെ എന്താണ് ജനുവരി 1-ാം തീയതി ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. 1973 പാർലമെന്റ് ഫെറ
ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നതെങ്കിലും അത് ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് 1974 ജനുവരി 1-ാം തീയതിയാണ്. ബട്ട് ഇത് പിന്നീട് എന്താണ്, ഇത് റിപ്പീൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇങ്ങനൊരു ആക്ട് ഇല്ല, റിപ്പീൽ ചെയ്യേണ്ട. എന്ന് റിപ്പീൽ ചെയ്തതെന്ന് വെച്ചാൽ 1998 അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, AB വാജ്പേയി 1997 ഈ ഒരു ആക്ട് റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടുമായിട്ട് ബന്ധപ്പെട്ട 81ഓളം സെക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് എന്തിനാണ് ഈ ഒരു ആക്ട് വന്നതെന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് ദൗർബല്യം നേരിടുന്ന ഒരു റിസോഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിന്റെ രൂപീകരണം. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർബല്യം നേരിടുന്ന സ്കേസ് റിസോഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫെറ എന്ന് പറഞ്ഞ ഈ ഒരു ആക്ട് വന്നത്. ഫെറയോടുകൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ആക്ടാണ് ഫെമ. ഓക്കെ, 1997 AB വാജ്പേയി ഫെറ റിപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞു. സോ റിപ്പീൽ ചെയ്ത് ഇനിയൊരു ആക്ട് ഇല്ലാതാവില്ല, പുതിയൊരു ആക്ട് ഇവിടെ വരണം. അതിന് പകരമായിട്ട് വന്ന ആക്ടാണ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. 1997 ഫെറ റിപ്പീൽ ചെയ്തിട്ട് 1999 എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ 1999 ഡിസംബർ മാസത്തിൽ എന്താണ്, ഡിസംബർ മാസത്തിൽ ഫെറ റിപ്പീൽ ചെയ്തിട്ട് ഈ പറയുന്ന സാധനം റിപ്പീൽ ചെയ്തിട്ട് ഫെമ എന്ന് പറയുന്ന കാര്യം പാർലമെന്റിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനി കെയിം ഇൻ ടു ഫോഴ്സ് ഒഫീഷ്യൽ നിലയിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 99 2000 ജനുവരിയിലാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം. ഫെമ ഒഫീഷ്യലി വന്നത് 2000 ജനുവരിയിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സെക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 49 സെക്ഷനാണ്. അതൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി FRBM എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലേ. FRBM എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. 2003 ആക്ട് പ്രകാരമാണ് ഇങ്ങനൊരു കാര്യം കൂടെ വരുന്നത്. 2003 ഓഗസ്റ്റ് 26-ാം തീയതി ഇത് എനാക്ട് ചെയ്തു, പാർലമെന്റ് എനാക്ട് ചെയ്തു. അങ്ങനെ കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നതെന്നാണ് 2004 ജൂലൈ 5-ാം തീയതിയാണ്. ആ ഒരു ഡേറ്റ് ഒക്കെ ഒന്ന് അവിടെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഡേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. നേരത്തെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കേട്ടാൽ മതി. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇനി പറയാറുണ്ട്, സമയം നമുക്ക് കുറവാണ്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ബട്ട് നമ്മളെന്താണ് വിചാരിച്ചതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ പോകും. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കേട്ടാൽ മതി. നെക്സ്റ്റ് എന്താണ്, ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് ഫസ്റ്റ് പേഴ്സൺ ടു ഡിസ്കസ് പോവേർട്ടി ലൈൻ ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? എന്താണ് കാര്യം? പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയും 1947 മുൻപാണല്ലേ. 1947 മുൻപിൽ ഇന്ത്യയിൽ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത ആദ്യത്തെ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഇപ്പം നമുക്ക് പോവേർട്ടി ലൈനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ റെഗുലറായിട്ട് അതുമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ബ്രിട്ടീഷ് കാലയളവിൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത് നൽകാൻ വേണ്ടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു കാലയളവിൽ ഇന്ത്യയിലെ പോവേർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ആദ്യ വ്യക്തി ആരെന്നാണ് ചോദ്യം. മറ്റാരുമല്ല, നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജി വാസ് ഫസ്റ്റ് പേഴ്സൺ ടു ഡിസ്കസ് കൺസെപ്റ്റ് ഓഫ് പോവേർട്ടി ലൈൻ ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിലെ പോവേർട്ടി ലൈനെ കുറിച്ച് സംസാരിച്ച ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം എന്താണ്, അദ്ദേഹം ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ, ട്രെയിൻ തിയറി ഒക്കെ നമുക്ക് അങ്ങോട്ട് പറയാണ്ട്. സോ എന്താണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ജയിലിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ജയിലിൽ ജീവിക്കും എന്ന് പറയുമ്പോൾ ആഡംബര ജീവിതമൊന്നും ആയിരിക്കില്ല, സാധാരണ ജീവിതമാണ്. 3 നേരം ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം, ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. മിതമായുള്ള ജീവിതമാണല്ലേ. സോ അത്തരത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടി മിനിമം ഉള്ള ആ ഒരു വേജ് അല്ലെങ്കിൽ ആ ഒരു കാര്യം അദ്ദേഹം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇൻട്രൊഡ്യൂസർ എന്താണ്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അല്ലെ ജയിൽ പുള്ളികളുടെ മെനു നോക്കിയിട്ട് അദ്ദേഹം എന്താണ് ഒരു അഡൾട്ടിന് ഒരു ദിവസം വേണ്ട മിനിമം ലിവിംഗ് കോസ്റ്റ് എത്രയാണെന്ന് അദ്ദേഹം ഒന്ന് കണ്ടെത്തി. ഇതെന്താണ്, ഇത് ഇദ്ദേഹത്തിന്റെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഒരു കാര്യം കാണാൻ വേണ്ടി സാധിക്കും. അന്ന് അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു റിപ്പോർട്ട് പ്രകാരം, ഇത്തരത്തിലൊരു അഡൽട്ടിന് 16 മുതൽ 35 രൂപ പെർ ഇയർ എന്താണ് മതിയാവും അല്ലേ. ഇത് ഏതാണ് കാലയളവെന്ന് ഓർത്തു വയ്ക്കണം, 1800 കാലഘട്ടമാണ്. ഓക്കെ, 1800 കാലഘട്ടമാണ്. ഇപ്പൊ 16 മുതൽ 35 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ലല്ലേ. നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ തന്നെ 20 രൂപയാവും. ഒരു കുപ്പി വെള്ളം എന്ന് പറയുന്നത് നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യമാണ്. സോ ആ രീതിയിലല്ല, 1800 കാലഘട്ടമാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. സോ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്താണ്, അദ്ദേഹം 16 തൊട്ട് 35 രൂപ ഒരു ഇയറിൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് ജീവിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് അദ്ദേഹം ഈ പറയുന്ന എമൗണ്ടിൽ? റൈസ്, ദാല്, മട്ടൺ, വെജിറ്റബിൾ, ഗീ, ഓയില്, സാൾട്ട്, അങ്ങനെ തുടങ്ങി എന്താണ് ഡയറ്റിന്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് അദ്ദേഹം ലിസ്റ്റ് തയ്യാറാക്കിയത്. സോ ഒരു വർഷം 16 തൊട്ട് 35 രൂപ വരെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മോശമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് തെളിയിച്ചു അദ്ദേഹം.
സോ ദാദാഭായ് നവറോജിയാണ് ഇത്തരത്തിൽ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ തയ്യാറാക്കിയത്. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, ഹു ഇസ് ദ റെഗുലേറ്റർ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റെഗുലേറ്റർ ആരാണ്? എന്താണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് തൊഴിൽ രഹിതരായുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താണ് ചെറുകിട സംരംഭകർ, അവർക്കൊക്കെ പുതിയ തൊഴിൽ കണ്ടെത്താനും അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് സഹായങ്ങൾ, ധനസഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ വിളിക്കുന്നത്. അത് ആരുടെ ഗൈഡ് ലൈൻസിലാണ് അല്ലെങ്കിൽ ആരാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ ലോ ഇൻകം കാറ്റഗറീസിൽ വരുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ആ രീതിയിലൊക്കെ ആ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിങ് സർവീസിനെ നടത്തുന്ന ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമാതിരി തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് അല്ലേ. സോ ആ രീതി കൂടെ ഓർത്തേക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എത്ര രൂപ നൽകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പർ ലിമിറ്റും കാര്യങ്ങളൊക്കെ ആരാണ് നിർദ്ദേശിക്കുന്നത്? RBIയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോണുമായിട്ട് ബന്ധപ്പെട്ട അപ്പർ ലിമിറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കത്തുള്ളൂ. RBIയുടെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ഷൻ 2011 പ്രകാരമാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ആക്ട് ഏതാണെന്നാണ് പറഞ്ഞത്? RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ഷൻസ് 2011 പ്രകാരമാണ് ഇത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അത്രയും കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ ഉത്തരം RBI ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? ദ പ്രധാനമന്ത്രി റോസ്ഗർ യോജന വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ്. ഇവിടെ ചോദ്യം എന്തിലേക്ക് കടന്നു? 5 ഇയർ പ്ലാനിലേക്ക്. ഇനി അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വന്ന ചോദ്യം എന്താണ്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന ഏത് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കണം? പ്രധാനമന്ത്രി റോസ്ഗർ യോജന ഏത് വർഷമായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഏത് 5 ഇയർ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സെൻട്രലി സ്പോൺസേഡ് സ്കീമായിരുന്നു പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യ മുഴുവൻ അന്നത്തെ കാലഘട്ടത്തിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1993 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി റോസ്ഗർ യോജന. സോ 1993 എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? 8th 5 ഇയർ പ്ലാൻ ആണ്. 8th 5 ഇയർ പ്ലാനിന്റെ കാലയളവ് 1992 തൊട്ടിട്ട് 97 വരെയാണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? 8th 5 ഇയർ പ്ലാൻ കാലയളവിലാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന ഉണ്ടായിരുന്നത്. 1993 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യ മുഴുവൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യമുണ്ടായിരുന്നത്. ആ രീതിയിലൊന്ന് പൂർത്തീകരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രി റോസ്ഗർ യോജനയുടെ മിനിമം ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ 8th പാസ്സാണ്. 8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രധാനമന്ത്രി റോസ്ഗർ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. 10th 5 ഇയർ പ്ലാനും ഈ പറയുന്ന പ്രധാനമന്ത്രി റോസ്ഗർ യോജന അവർ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത് 1993 എന്ന് പറഞ്ഞു. 93 നമുക്ക് കൃത്യമായി ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ ഗാന്ധി ജയന്തി 1993 ഒക്ടോബർ 2-ാം തീയതിയാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതി കൂടെ ഓർത്തു വയ്ക്കണം. അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റ് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടെ ഈ പറയുന്ന പ്രധാനമന്ത്രി റോസ്ഗർ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുകൂടെ അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ദ Manabadi program was formally launched by the Dash government in March 2022 to introduce English medium in government schools. എന്താണ് കാര്യം? ഗവൺമെന്റ് സ്കൂൾസ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ഗവൺമെന്റ് സ്കൂളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് ഗവൺമെന്റ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ എന്ന രീതിയിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് മാറിയിട്ടുണ്ട്. സോ അങ്ങനെ സ്റ്റാൻഡേർഡ്സും മാറുന്നു. അതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് മീഡിയവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളും പല ഇനീഷ്യേറ്റീവും കൊണ്ടുവരുന്നുണ്ട്. സോ അത്തരത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2022 മാർച്ച് മാസത്തിൽ ഏതോ ഒരു സംസ്ഥാനം മനബാടി എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഏതാണ് സംസ്ഥാനം എന്നാണ് ചോദ്യം വരുന്നത്. ഏതാണ് മനബാടി എന്ന് പറയുന്ന ഒരു തെലുങ്ക് ഭാഷ പോലെയുണ്ട് അല്ലേ. സോ ഉത്തരം എന്താണ്? തെലങ്കാനയാണ്. ഇതൊന്നും പഠിച്ചു വെക്കാൻ നമുക്ക് വേറെ കോഡോ കാര്യങ്ങളില്ല. കൃത്യമായിട്ട് ന്യൂസ് വായിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാകത്തുള്ളൂ. സോ മനബാടി സ്കീം 2002 മാർച്ച് 8-ാം തീയതിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് തെലങ്കാനയിലെ ഗവൺമെന്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നത്. 3 വർഷത്തേക്കാണ് ഈ ഒരു സ്കീം അവരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 7,000 കോടി രൂപയിലധികം 7,289 കോടി രൂപ അന്നത്തെ ബഡ്ജറ്റിൽ
തെലങ്കാന ഗവൺമെന്റ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് 3 വർഷത്തെ സ്കീമിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് 19.84 ലക്ഷം കുട്ടികളാണ്. 19.84 ലക്ഷം കുട്ടികളും ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ തന്നെ 26,065 സ്കൂൾസും വരുന്നത്. 26,065 സ്കൂളിൽ നിന്ന് 19.84 ലക്ഷം കുട്ടികളാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് തെലങ്കാനയിൽ വരുന്നത്. ആ ഒരു കാര്യം കൂടെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ സബ്സിഡറി ഓഫ് സെയിൽ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അലോങ് ദ കൊൽക്കത്ത അസനോൾ റെയിൽവേ ലൈൻ. എന്താണ് ചോദ്യം? സെയിൽ അല്ലേ, സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. താഴെ തന്ന ഓപ്ഷനിലെ ഏതോ ഒന്ന് സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡി ആയിട്ട് വരുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇത് എവിടെയാണ്? കൊൽക്കത്തയിലെ അസനോൾ റെയിൽവേ ലൈന് ഭാഗമായിട്ട് അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഫാക്ടറി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ് ഫാക്ടറി എന്നാണ് ചോദ്യം വരുന്നത്. ഫാക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇസ്കോ എന്ന് പറയും. ഓക്കെ, ഇസ്കോയല്ല ഇസ്കോ എന്ന് പറയും. സോ നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഭാഗമായിട്ട് കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിലെ അസനോൾ റെയിൽവേ ലൈനിൽ അടുത്തായിട്ട്, റെയിൽവേ ലൈനിലല്ല, റെയിൽവേ ലൈനിന്റെ ഭാഗത്തായിട്ട് വരുന്നൊരു കമ്പനിയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1918 ഇതിന്റെ രൂപീകരണം. ഇതിന്റെ രൂപീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1918 അങ്ങനെയൊക്കെയാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു അല്ലേ. സോ 1918 ഇതിന്റെ രൂപീകരണം വരുന്നത്. രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നൊന്നും ആയിരുന്നില്ല ഇതിന്റെ പേര്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്താണ്? മാർട്ടിൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മറ്റൊരു പേരിലായിരുന്നു. അതെന്താണ്? അത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന 1918. 2006 ഇത് സെയിലിന്റെ അണ്ടറിലാക്കിയിട്ട് ഇസ്കോ എന്ന രീതിയിൽ പേരും മാറ്റിയത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന രീതിയിൽ പേര് മാറ്റിയത് എന്നായിരുന്നു? 2006 ആ രീതിയിൽ പേരും മാറ്റിയത്. ആ രീതിയിൽ കൂടെ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ 2.5 മില്യൺ ടൺസ് പെർ ഇയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ആ രീതി കൂടെ ഒന്ന് ഓർത്തുക്കണം. അതുപോലെ തന്നെ സെയിലിന് എന്താണ്? സെയിലിന് മൊത്തത്തിൽ 5 ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്. ആ രീതിയിൽ കൂടെ ചിലപ്പം ചോദ്യം വരും. സെയിലുമായിട്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് എത്ര ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 ഒന്ന് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ. അതിന്റെ കൂടെ എന്താണ്? അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ അസനോൾ അല്ലെങ്കിൽ ഭർണപ്പൂർ എന്ന രീതിയിൽ അസനോളിനെ വിളിക്കാറുണ്ട്. അത് നമുക്ക് ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? An annual statement of the estimated receipts and expenditure of the government over the fiscal year is known as. എന്താണ് കാര്യം? ഒരു ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ 2023-24 എടുക്കാം. ഫിസിക്കൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2023 ഏപ്രിൽ 1 തൊട്ടിട്ട് മാർച്ച് 2024 മാർച്ച് 31 വരെയാണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ എന്ന രീതിയിൽ പറയുന്നത്. സോ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയറിൽ പ്രതീക്ഷിക്കുന്ന വരവുകളെയും ചെലവുകളെയും സംബന്ധിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് നമുക്കറിയാം എന്താണ്? ബഡ്ജറ്റ് ആണല്ലേ. നമ്മുടെ ഗവൺമെന്റ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന രീതിയിലൊക്കെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112 പ്രതിപാദിക്കുന്ന ബഡ്ജറ്റ് എന്ന കാര്യം പറയുന്നില്ല, ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. സോ ബഡ്ജറ്റ് ആണ് കാര്യം അല്ലേ. മനസ്സിലായല്ലോ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റഡ് റിസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. റിസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വരവും, എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ചെലവുമാണ്. ഗവൺമെന്റിന്റെ വരാനിരിക്കുന്ന വർഷങ്ങളുടെയും വരവുകളും ചെലവുകളും നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത്ര വരവ് ഉണ്ടാവും, ഇത്ര ചെലവുണ്ടാവും ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അത് എസ്റ്റിമേറ്റഡ് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി, പ്രതീക്ഷിക്കുന്നത് അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ബഡ്ജറ്റ് ആരായിരിക്കും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ ആണല്ലേ. ഫിനാൻസ് മിനിസ്റ്ററിന്റെ ടീമൊക്കെ ചേർന്ന് തയ്യാറാക്കിയിട്ട് ഹൽവ സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട്, ഞാൻ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ നിങ്ങളോട് ഹൽവ സെറിമണി ബഡ്ജറ്റ് പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞിട്ടില്ലേ. സോ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. ഓൾറെഡി നമുക്ക് സമയം ഔട്ട് ഓഫ് ടൈം എന്താണ്? നമ്മൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈമാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ രീതിയിൽ നമ്മൾ നോക്കും ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തത്. അത്രമാത്രം അവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്കീം ലോഞ്ച്ഡ് ടു fund infrastructure and social development project in the northeast for a period of 4 years from 2022-23 to 25-26. 2022-23 തൊട്ടിട്ട് 2025-26 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദ്യം വന്നത്. ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരമാണ് PM ഡിവൈൻ സ്കീം. എന്താണ്? PM ഡിവൈൻ സ്കീം അല്ലെ. PM ഡിവൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ഫോം പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ്. എന്താണ്? പ്രൈം മിനിസ്റ്റർ ഡെവലപ്മെന്റ്, DV ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ്.
RLP എന്നും പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതരുത്. ഉത്തരം എന്താണ്? PM ഡിഫൈൻ സ്കീമാണല്ലേ. PM ഡിഫൈൻ സ്കീമിനാണ് 2026 വരെ. 2026 എന്ന് പറയുമ്പോൾ എന്താണ്? 15th ഫിനാൻസ് കമ്മീഷന്റെ കാലയളവ് 2026 കൂടെ അവസാനിക്കും. സോ അതിനുള്ളിൽ എന്താണ്? അതിനുള്ളിൽ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കണമെന്നാണ് ലക്ഷ്യം വെക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് ആര് ഫണ്ട് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ആണ് 100% ഫണ്ടിങ് വരുന്നത്. 2022-23 ആ ഒരു ബഡ്ജറ്റ് ഡ്യൂറേഷൻ ആണ്, ആ ഒരു കാലയളവിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യലി 1500 കോടി മുടക്കിയിട്ട് 7 പ്രൊജക്റ്റാണ് ഇനീഷ്യലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രൊജക്റ്റായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യും. ടോട്ടൽ ഔട്ട്ലേ ചോദിച്ചു കഴിഞ്ഞാൽ 6600 കോടിയാണ്. ഇതൊക്കെ എന്തിനു പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 6600 കോടിയാണ് ഇതിന്റെ ടോട്ടൽ ഔട്ട്ലേ വരുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ചോദിച്ചാൽ അല്ലെങ്കിൽ മിനിസ്ട്രി ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. സോ PM ഡിഫൈൻ സ്കീം മനസ്സിലായല്ലോ. ഫുൾ ഫോം ചോദിക്കും. പ്രൈം മിനിസ്റ്റർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ്. 100% സെൻട്രൽ ഫണ്ടിങ് സ്കീമാണ്. 2022-23 ബഡ്ജറ്റ് കാലയളവിലാണ് അനൗൺസ് ചെയ്തത്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പം ഈ ചോദ്യം PM ഡിഫൈൻ സ്കീം നോർത്ത് ഈസ്റ്റ് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യൽ ഡെവലപ്മെന്റിന് ഫണ്ട് അനുവദിക്കുന്ന സ്കീമാണെന്ന് അറിയാമല്ലോ. അതേത് ബഡ്ജറ്റിന്റെ കാലയളവിലാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2022-23 ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. എത്ര രൂപ ഔട്ട്ലേ ഉണ്ടായെന്ന് ചോദിച്ചാൽ 6000 കോടി രൂപയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം. ഈ ഇനീഷ്യലി എത്ര കോടി രൂപ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ 1500 കോടി രൂപയാണ് 7 പ്രൊജക്റ്റായിട്ടെന്നും പറയാൻ വേണ്ടി സാധിക്കണം. അത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ് എന്താണ്? ദി സെക്കൻഡ് 5-year പ്ലാൻ 1956-61 ഹാഡ് എ മേജർ ഗോൾ ഓഫ് അച്ചീവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാർഗറ്റ്. താഴെ തന്ന ഓപ്ഷനിൽ ഏതൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ 5-year പ്ലാൻ. 1956 തൊട്ടിട്ട് 61 വരെയാണ് അല്ലേ. സോ ഏതൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. ഈ ഒരു ലക്ഷ്യം നമുക്ക് എന്താണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് 5-year പ്ലാൻ നമുക്ക് എങ്ങനെയെങ്കിലും പട്ടിണി മാറ്റാൻ അഗ്രികൾച്ചറിന് പ്രാധാന്യം നമ്മൾ നൽകി. സോ എന്താണ് സ്വയം പര്യാപ്തത? അന്ന് നമുക്ക് അത്രത്തോളം വളരെ വലിയ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ബട്ട് 5-year പ്ലാനിൽ ഉൾപ്പെടുത്തിയില്ല. അതുപോലെ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. അവിടെ എന്താണ്? നമുക്ക് ഗ്രോത്ത് മാത്രമാണ്, സ്റ്റെബിലിറ്റി എന്ന കാര്യം നമ്മൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റിയും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് എന്താണ്? ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. ആ ഒരു കാര്യം നമ്മൾ രണ്ടാമത്തെ 5-year പ്ലാനിലൊന്നും ആലോചിക്കുന്നത്, അതൊക്കെ പിന്നീട് അങ്ങോട്ടാണ്. അതുപോലെ എന്താണ്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്ത് ഫോക്കസ് ഓൺ ഹെവി ഇൻഡസ്ട്രീസ്. ഇതാണ് സെക്കൻഡ് 5-year പ്ലാൻ ലക്ഷ്യമല്ലേ. ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചർ, സെക്കൻഡ് 5-year പ്ലാൻ എന്താണ്? ഇൻഡസ്ട്രീസ് ആണ്. വ്യവസായത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ. സെക്കൻഡ് 5-year പ്ലാനിൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകി. 1956 തൊട്ടിട്ട് 61 വരെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലയളവിലാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്, സെക്കൻഡ് 5-year പ്ലാൻ കൊണ്ടുവന്നത്. ആ ഒരു പ്ലാനിനെ മറ്റൊരു പേരിൽ വിളിക്കുമല്ലോ, എന്താണ്? മഹൽനോബിസ് മോൾ എന്ന രീതിയിൽ നമ്മൾ വിളിക്കും അല്ലേ. മഹൽനോബിസ് മോൾ എന്ന രീതിയിൽ വിളിക്കും. ഈ ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ക്ലാസ് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തരത്തിൽ എത്രയാണോ നമ്മുടെ വരവെന്നറിയാതെ നമ്മൾ വളരെ വലിയ രീതിയിൽ ചെലവഴിച്ചു. ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ ചെലവഴിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് നമുക്ക് വളരെ വലിയ രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നമ്മുടെ രാജ്യം പിന്നീട് പോകുന്ന കാഴ്ചയും കാണാനുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ മഹൽനോബിസ് മോൾ എന്ന രീതിയിൽ വിളിക്കും. അതിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഗ്രോത്ത് റേറ്റ് 4.5%. ബട്ട് ആക്ച്വലി അതിനേക്കാളും ലെസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. 4.27% മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ടാർഗറ്റ് ചോദിക്കുകയാണ്. സെക്കൻഡ് 5-year പ്ലാൻ ഇൻഡസ്ട്രിയാണ് മെയിൻ പ്ലാന്. 25% നാഷണൽ ഇൻകം ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. 25% എന്താണ്? നാഷണൽ ഇൻകത്തിൽ വർധനവുണ്ടാകുക. എന്തിലൂടെ? ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ. അതിന്റെ ഭാഗമായിട്ട് ബിലായ്, ദുർഗാപൂർ, റൂർക്കേല പോലുള്ള സ്റ്റീൽ പ്ലാന്റ് ആരംഭിച്ചു. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷൻ, ഹോമി ജെ ബാബ ആദ്യത്തെ ചെയർപേഴ്സണായിട്ട് അറ്റോമിക് എനർജി കമ്മീഷനൊക്കെ അന്ന് ഇതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ പറയും. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവിടെ ഉത്തരം എന്താണ്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്ത് ഫോക്കസ് ഓൺ ഹെവി ഇൻഡസ്ട്രീസ് ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. എന്താണ്? ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യമായിട്ട് നമുക്ക് വന്നത്. ആദ്യത്തെ എന്താണ്? സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ അർബൻ ഏരിയസ്. എന്താണ്? സീസണൽ അൺഎംപ്ലോയ്മെന്റ് അർബൻ ഏരിയാസിൽ മാത്രമാണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഒരിക്കലുമല്ല. സീസണൽ അൺഎംപ്ലോയ്മെന്റ് മെയിൻലി ഫൗണ്ട് ഇൻ അർബൻ ഏരിയ എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് മെയിനായിട്ട് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ് കാണപ്പെടുന്നത്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫിഷിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്, കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണല്ലേ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ
ഫിഷിംഗ് തന്നെ പറയാം, മീൻപിടുത്തം തന്നെ പറയാം. മീൻപിടുത്തം എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ആളുകൾ സാധാരണയായിട്ട് ബോട്ടിൽ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ബട്ട് ട്രോളിംഗ് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് ഒരു 3 മാസം ട്രോളിംഗ് വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു 3 മാസ കാലയളവ്, ആ ഒരു സീസണിൽ എന്താണ് ട്രോളിംഗ് സീസണിൽ അവർക്ക് ജോലി ഇല്ലാതാവും. സോ ഇതെവിടെയാണ്, ഇത് അർബൻ ഏരിയയിലാണ് കണ്ടുവരുന്നത്. മെയിൻലി കണ്ടുവരുന്നത് എവിടെയാണ്, റൂറൽ ഏരിയയിലാണ്. സോ ഈ ഒരു കാര്യം തെറ്റാണ്. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു സീസണിൽ അൺഎംപ്ലോയ്മെന്റ് വരും. നമ്മൾ വിത്ത് വിതക്കുന്ന ആ ഒരു 2-3 മാസം കാലയളവ് അല്ലെങ്കിൽ ഒരു 4 മാസ കാലയളവ് നമുക്ക് നല്ല രീതിയിൽ ജോലി ഉണ്ടാവും. ബട്ട് വിത്ത് വിതച്ചിട്ടത് എന്താണ് കൊയ്യാനുള്ള കാലയളവിലേക്ക് എത്തണമെങ്കിൽ പിന്നെ എന്താണ് ചിലപ്പോൾ ഒരു 4 മാസം നമുക്ക് ജോലി ഇല്ലാതാവും. അതും സീസൺ അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ ഇത്തരത്തിലെ കാര്യങ്ങൾ റൂറൽ ഏരിയാസിലാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് എന്താണ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പീപ്പിൾ ആർ മെയിൻലി ഫൗണ്ട് ഇൻ, ഇവിടെയാണ് മെയിൻലി ഫൗണ്ട് ആണ് വരുന്നത് പ്രശ്നം. മെയിൻലി ഫൗണ്ട് ഇൻ റൂറൽ ഏരിയാസ് ഓഫ് ഇന്ത്യ. എവിടെയാണ്, റൂറൽ ഏരിയാസ് അല്ല, മെയിൻലി എന്താണ് അർബൻ ഏരിയാസിലാണ്. മെയിൻലി അർബൻ ഏരിയാസിലാണ് ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം വരുന്നത്. റൂറൽ ഏരിയാസിൽ ഇല്ല എന്നല്ല, മെയിൻലി എന്ന ടേം ഇവിടെ ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾ കൃത്യമായുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളുണ്ട്, ബട്ട് ഉള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടുന്നില്ല. സോ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് കൂടുതൽ എവിടെയാണ്, അർബൻ ഏരിയയിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓൺലി എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, മെയിൻലി പറയുമ്പോൾ എന്താണ് അർബൻ ഏരിയ നമ്മൾ പറയണം. ഇവിടെ മെയിൻലി പറയാൻ നമ്മൾ റൂറൽ ഏരിയ ആയിരുന്നു പറയേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ഹയർ ക്രോപ്പിംഗ് ഇന്റൻസിറ്റീസ് ഡിസൈറബിൾ ഫോർ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ റൂറൽ എക്കണോമി. എന്താണ്, ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താണ് അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞു അല്ലേ. കറക്റ്റ് അല്ല ആ ഒരു കാര്യങ്ങൾ. റൂറൽ ഏരിയയിൽ നമ്മൾ എന്താണ് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൂടുതൽ ഏരിയാസിൽ കൂടുതൽ കൃഷി ഇറക്കി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അവിടെ ജോലി കിട്ടും. അതിലൂടെ എന്താണ് അൺഎംപ്ലോയ്മെന്റ് കുറക്കാനും സാധിക്കും അല്ലേ. ക്രോപ്പിംഗ് ഇന്റൻസിറ്റി എന്താണ്, ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് തൊഴിലവസരങ്ങളും കൂടും. കാരണം എന്താണ്, ആ ഒരു വർദ്ധിച്ച വിളവ് അല്ലെങ്കിൽ ആ ഒരു വർദ്ധിച്ച വിളവിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് കൂടെ ആവശ്യമായിട്ട് വരും. മാത്രമല്ല എന്താണ് ആ ഒരു കൂടുതൽ ക്രോപ്പിന്റെ വിളവ് ആ ഒരു സീസൺ അൺഎംപ്ലോയ്മെന്റ് പ്രശ്നം കൂടെ അവിടെ കുറക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സീസൺ മാത്രമല്ലാത്തുള്ള എല്ലാ സീസണിലും ഓൾ സീസണിൽ ഔട്ട്പുട്ട് തരുന്ന ആ ഒരു വിളവൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയും ഔട്ട്പുട്ട് കിട്ടും അല്ലേ. സോ ഇവിടെ ഉത്തരം എന്താണ്, ഇവിടെ കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് സി മാത്രമാണ്. ഉത്തരം എന്താണ്, ഓൺലി സി ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഒരു കാര്യം. നെക്സ്റ്റ് ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മണി. മണിയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. മണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫംഗ്ഷൻ നമുക്ക് വരുന്നുണ്ട്. മണി എന്താണ്, നമുക്ക് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കടയിൽ പോയിട്ട് 10 കിലോ അരി വാങ്ങിക്കഴിഞ്ഞാൽ 10 കിലോ അരിക്ക് നമ്മൾ എന്ത് കൊടുക്കണം, 10 കിലോ അരിക്ക് 10 കിലോ മാങ്ങ കൊടുത്താൽ പോരാ, പണം കൊടുക്കണം. ഓക്കെ, 10 കിലോ അരിക്ക് എത്രയാണ്, 1000 രൂപയാണോ അല്ലെങ്കിൽ 500 രൂപയാണോ, അതിന് ഈക്വലായിട്ടുള്ള പണം നമ്മളിവിടെ കൊടുത്തിരിക്കണം അല്ലേ. സോ ഒന്നാമത്തെ കാര്യം തന്നെ നോക്കിയേ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണം എന്ന് പറഞ്ഞൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനുള്ള ഒരു മീഡിയമായിട്ട് കാണുന്നുണ്ടല്ലോ. നമ്മളൊരു സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ സാധനം വിൽക്കുമ്പം അവിടെ മീഡിയമായിട്ട് നമ്മൾ വാങ്ങുന്നത് എന്താണ്, പണ്ട് ബാർട്ടറിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ബാർട്ടർ സമ്പ്രദായമായിരുന്നെങ്കിൽ അരി വാങ്ങുമ്പോൾ മാങ്ങ കൊടുക്കാം അല്ലെങ്കിൽ അരി ഇതിൽ കൊടുക്കാം അല്ലേ. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ പണം എന്തിനാണ്, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ എന്തോ ലാപ്ടോപ്പ് വാങ്ങിക്കോട്ടെ, കമ്പ്യൂട്ടർ വാങ്ങിക്കോട്ടെ, ബൈക്ക് വാങ്ങിക്കോട്ടെ, കാർ വാങ്ങിക്കോട്ടെ, അവിടെ എന്ത് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, പണം കൊടുത്തിട്ടാണ്. സോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പണത്തിന്റെ ഫംഗ്ഷൻ ആണ്. ചോദ്യം വന്നത് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ്. സോ ഇത് ഉത്തരമായിട്ട് വരത്തില്ല. നെക്സ്റ്റ് എന്താണ്, പ്രോബ്ലം സ്റ്റോറേജ്. ആ ഒരു കാര്യം അവിടെ കേട്ടെ, പ്രോബ്ലം സ്റ്റോറേജ് കേട്ടെ. നെക്സ്റ്റ് എന്താണ്, മെഷർ ഓഫ് വാല്യൂ അല്ലേ. പണം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും അല്ലേ. നമ്മളൊരു സ്വിഫ്റ്റ് കാറിന് 8 ലക്ഷം രൂപയെന്ന് പറഞ്ഞു, BMW കാറിന് 80 ലക്ഷം രൂപയെന്ന് പറഞ്ഞു, ഒരു ഓൾട്ടോ കാറിന് നമ്മൾ 3 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. സോ ഇതെന്താണ്, ഇത് നമ്മൾ മെഷർ ചെയ്യുകയാണ്. എന്തുകൊണ്ട് മെഷർ ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്താണ് മെഷർ ചെയ്യുകയാണ്. എന്തുകൊണ്ട് മെഷർ ചെയ്യുന്നു, പണം കൊണ്ട് മെഷർ ചെയ്യുന്നു അല്ലേ. സോ മെഷർ ഓഫ് വാല്യൂ, പണത്തിന് എന്താണ്, ഓരോ പ്രൊഡക്റ്റിനും ഓരോ പണ മൂല്യം വരുന്നുണ്ട്. സോ അത്തരത്തിൽ മെഷർ ഓഫ് വാല്യൂ, ഓരോ വസ്തുവിനും എന്താണ് അതിൻ്റെ മൂല്യം അനുസരിച്ച് നമുക്ക് വില നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കും. സോ അതെന്താണ്, പണത്തിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് അല്ലേ. സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിപ്പം 10 ലക്ഷം രൂപയുടെ കാർ അടച്ചു, നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയില്ല, 50,000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ, ബാക്കി 9 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണായിട്ട് അല്ലെങ്കിൽ EMI ആയിട്ട് അടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ. അതെന്തിൻ്റെ ഫംഗ്ഷനാണ്, അതും പണത്തിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, സോ 3 ഫംഗ്ഷനായി. സോ സ്വാഭാവികമായിട്ട് ഉത്തരം എന്താണ്, പ്രോബ്ലം മീൻ സ്റ്റോറേജ്. പണം എന്താണ്, സ്റ്റോർ ചെയ്യുന്നതിനുള്ള പ്രശ്നമുണ്ടോ. പണ്ടൊക്കെ നമ്മൾ കോയിൻ മണിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ കൊക്ക ബീന് അല്ലെങ്കിൽ അതുപോലുള്ള പെരിഷബിളായുള്ള പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് നശിച്ചു പോകും, അല്ലെങ്കിൽ വളരെ വലിയ നാണയത്തുട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള പ്രശ്നം വരുന്നുണ്ട്. സോ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഡിജിറ്റൽ മണിയൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു ATM കാർഡ് അല്ലെങ്കിൽ മൊബൈലിൽ ഒരു അക്കൗണ്ട് സൂക്ഷിക്കുന്ന ആ ഒരു പ്രശ്നമേ വരുന്നുള്ളൂ. സോ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് എന്ന് പറയുന്ന കാര്യം എന്താണ്, ഒരിക്കലും പണത്തിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പണത്തിന് എന്താണ്, സ്റ്റോർ വാല്യൂ ഉണ്ട്, അതാണ് പണത്തിൻ്റെ ഫംഗ്ഷൻ. മണി ഹാസ് എ സ്റ്റോർ വാല്യൂ. ഫ്യൂച്ചറിലേക്ക് നമുക്ക്
പണം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? സോ ഇവിടെ എന്താണ് പണത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്, പ്രോബ്ലം ഇൻ സ്റ്റോറേജ് പണത്തിന്റെ ഫംഗ്ഷൻ അല്ല എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഉത്തരം പ്രോബ്ലം ഇൻ സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് എന്താണ്? What is the priority zone of the Amrut Adal Mission for Rejuvenation and Urban Transformation Mission, which was launched by the Government of India 2015? 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തൊരു സ്കീമായിരുന്നു അമൃത് അല്ലെങ്കിൽ അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻ? വാട്ടർ സപ്ലൈ ആൻഡ് ഫോളോഡ് ബൈ സേവറേജ്, അതുപോലെ ഇലക്ട്രിസിറ്റി ആൻഡ് പവർ ജനറേഷൻ, അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ പ്രൈമറി എഡ്യൂക്കേഷൻ ടു ഓൾ, ഹെൽത്ത് കെയർ ഫോർ ഓൾ അർബൻ ഡ്വല്ലേഴ്സ്. സോ ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് വാട്ടർ സപ്ലൈ ഫോളോഡ് ബൈ സെവറേജ് ആണ്. 2015 നമ്മുടെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് എല്ലാവർക്കും ടാപ്പ് വാട്ടർ ലഭ്യമാക്കണം, കണക്ഷൻ ലഭ്യമാക്കണം, അതുപോലെ മലിനജലം സംവിധാനം, അതിന് വേണ്ട സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടെ ആരംഭിച്ച പദ്ധതിയാണ് അമൃത് സ്കീം. സോ ഉത്തരം എന്താണ്? വാട്ടർ സപ്ലൈ ഫോളോഡ് ബൈ സെവറേജ് ആണല്ലേ. 2015-16 കാലഘട്ടത്തിൽ 50,000 കോടി രൂപ ഔട്ട്ലേയിൽ വെച്ചിട്ടാണ് 2019-20 വരെ എന്താണ് ആ ഒരു 2015-16 തൊട്ടിട്ട് 19-20 കാലയളവ് വരെ 50,000 കോടി രൂപ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത്. അമൃത് 2.0 എന്ന രീതിയിൽ 2021 ഇത് പുതുക്കിയിട്ടുണ്ട്, റിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് അമൃത് സ്കീം എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ ഫോളോഡ് ബൈ സെവറേജ് ആണ് വരുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രീൻ റെവല്യൂഷൻ ഈസ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വേർ ഈസ് ലൊക്കേറ്റഡ്. ഒന്നുമില്ല, ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രീൻ റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. ഇതുപോലുള്ള ഒരുവിധ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എവിടെ തന്നെയായിരിക്കും? നമ്മുടെ ന്യൂഡൽഹിയിലായിരിക്കും അല്ലേ. എന്ന് കരുതി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ന്യൂഡൽഹിയിലാണെന്ന് ചിന്തിക്കരുത്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് നമ്മളൊരു പേര് കൂടെ വിളിക്കാറുണ്ട്. എന്താണ്? പുസ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ, PUSA എന്ന രീതിയിൽ കൂടെ വിളിക്കാറുണ്ട്. പുസ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനലി ഉണ്ടായിരുന്ന തുടക്ക കാലഘട്ടങ്ങളിൽ ഇത് ബീഹാറിലെ പുസ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ബീഹാറിലെ പുസ എന്ന സ്ഥലത്തായിരുന്നു സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്ലേസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ പുസ എന്ന് പറയുന്ന സ്ഥലത്തിലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പുസ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ വിളിക്കുന്നത്. ബട്ട് പിന്നീട് ന്യൂഡൽഹി ആയിട്ട് മാറിയിട്ടുണ്ട്. 1905 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1905 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഗ്രീൻ റെവല്യൂഷൻ 1960 ആ സമയത്തിലേക്ക് ഇത് ന്യൂഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനാണ് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ഇന്ത്യൻ ഫുഡ് സെക്യൂരിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് തന്നെ എന്താണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രീൻ റെവല്യൂഷൻ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തിക്കണം. ഒരു ചോദ്യം കൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരുപാട് സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ് ചോദ്യം? ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഇംപ്ലൈസ്. എന്താണ് ചോദ്യം? ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്നാണ് ഇവിടെ ചോദിച്ചത്. ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ യൂസ് ഓഫ് മോർ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻപുട്ട് ഓൺ ദ ഗിവൺ ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. എന്താണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ലാൻഡിൻ്റെ അണ്ടറിൽ കൂടുതൽ ലേബേഴ്സിനെയും കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് എന്താണ് കൂടുതൽ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ കൾട്ടിവേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ക്രോപ്സ് നമ്മൾ എന്താണ് വിളയിച്ചെടുക്കുന്നത്. അതിനാണ് നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ ഓഫ് ഇൻപുട്ട് അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാക്കാനുള്ള പെർ യൂണിറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഏരിയ ഒരു പെർ യൂണിറ്റിൽ നമുക്ക് ഹൈ ഇൻപുട്ട് ഇട്ടിട്ട് ഹൈ ഔട്ട്പുട്ട് ലഭ്യമാക്കാനുള്ള ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന രീതിയിൽ വിളിക്കുന്നത്. ഇവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് ഹ്യൂജ് ക്യാപിറ്റൽ, വളരെ വലിയ ക്യാപിറ്റൽ മുതൽ മുടക്കിയിട്ട് എന്താണ് വളരെ വലിയ നമ്പർ ഓഫ് ആളുകൾ എന്താണ് ഇവിടെ ജോലി ചെയ്യുന്നു. അത്തരത്തിലുള്ള ആ രീതിയിൽ അഗ്രികൾച്ചർ ഫാമിങ്ങിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന രീതിയിൽ വിളിക്കുന്നത്. പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എല്ലാവിടെയും നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ഇത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങളാണ്. പ്രധാനമായിട്ട് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന പ്രദേശങ്ങൾ ഉണ്ടാവില്ല. അവിടെ എന്താണ്? അവിടെ ഒരുപാട് ആളുകൾ വരും അല്ലേ. ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. സോ കൂടുതൽ ഇൻപുട്ട് ഇട്ടിട്ട് കൂടുതൽ ആളുകൾ ജോലി ചെയ്തിട്ട് കൂടുതൽ ഔട്ട്പുട്ട് കൊണ്ടുവരും. അതിനാണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. അവിടെ എന്താണ് ഒരുപാട് ക്രോപ്സ് സെയിം പീസ് ഓഫ് ലാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വീറ്റ്, റൈസ്, കോണ്, വെജിറ്റബിൾ ഒക്കെ എന്താണ് ഈ പറഞ്ഞ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറിന് എക്സാമ്പിളാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ 25 ചോദ്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചത് പ്രകാരം 30 ചോദ്യങ്ങൾ എങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അവിടെ നമുക്ക് എന്താണ് 1 മണിക്കൂറിലധികം സമയം എടുത്ത് 25 ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും എല്ലാ രീതിയിലും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടേ പോകത്തുള്ളൂ. ബട്ട് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്